ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. നമ്മൾ പാരാമെട്രിക് ഇക്വേഷൻസിൻ്റെ പ്രോബ്ലംസ് ആയിരുന്നു കഴിഞ്ഞ ക്ലാസ് നമ്മൾ ലാസ്റ്റ് ചെയ്ത് നിർത്തിയത്. അതിൻ്റെ ബാക്കി കണ്ടിന്യൂഷൻ നമുക്ക് തുടങ്ങാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇഫ് എക്സ് ഈക്വൽ ടു 3 cos t മൈനസ് കോസ് ക്യൂബ് ടി ആൻഡ് വൈ ഈക്വൽ ടു 3 sin t ഇൻറ്റു സൈൻ ക്യൂബ് ടി, ഫൈൻഡ് ഡി വൈ ബൈ ഡി എക്സ്. എക്സ് ഈക്വൽ ടു വൈ ഈക്വൽ ടു ഒരു മിസ്റ്റേക്ക് ഉണ്ട് ക്വസ്റ്റ്യൻ്റെ. വൈ ഈക്വൽ ടു തിരുത്തണേ 3 sin t മൈനസ് സൈൻ ക്യൂബ് ടി ആണ്. ഇവിടെ ഇൻറ്റു അല്ല, ഇവിടെ ഒരു മൈനസ് ഉണ്ട്, നിങ്ങളത് തിരുത്തണം. വൈ ഈക്വൽ ടു 3 sin t മൈനസ് സൈൻ ക്യൂബ് ടി ആണ്. നമ്മുടെ ക്വസ്റ്റ്യൻ നമുക്ക് എക്സും അതുപോലെ വൈയും തന്നിട്ടുണ്ട്. നമുക്കിനി അടുത്ത് ചെയ്യാനുള്ളത് കണ്ടുപിടിക്കേണ്ടത് നമുക്ക് എന്താ, ഡി വൈ ബൈ ഡി എക്സ് ആണ് കണ്ടുപിടിക്കാനുള്ളത്. അപ്പോൾ നമുക്കറിയാം നമ്മുടെ പാരാമീറ്റർ ഇക്വേഷൻ്റെ ഡി വൈ ബൈ ഡി എക്സ് എങ്ങനെ കണ്ടുപിടിക്കുകയാണ്. അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യനിൽ നോക്കിയറിയാം, ഇവിടുത്തെ പാരാമീറ്റർ എന്ന് പറഞ്ഞാൽ എന്താ, ടി ആണ് നമ്മുടെ പാരാമീറ്റർ. ഇനി നമ്മുടെ ഡി വൈ ബൈ ഡി എക്സ് ഉണ്ടെങ്കിൽ ഇക്വേഷൻ എന്താണ്, ഡി വൈ ബൈ ഡി ടി ഡിവൈഡഡ് ബൈ ഡി എക്സ് ബൈ ഡി ടി. അപ്പോൾ നമ്മൾ തന്നിരിക്കുന്ന ക്വസ്റ്റിനെ എക്സിനെ ഡെറിവേറ്റ് ചെയ്യുക, അതുപോലെ വൈന് തന്നിരിക്കുന്ന വൈ എന്ന് പറഞ്ഞ ഫംഗ്ഷൻ നമ്മൾ രണ്ടും ഡെറിവേറ്റ് ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ചെയ്യുന്ന നമുക്ക് നോക്കിയറിയാം, ഫസ്റ്റ് എന്താ, ഡി വൈ ബൈ ഡി ടി. ഡി വൈ ബൈ ഡി ടി അല്ലേ കണ്ടുപിടിക്കാനുള്ളത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് വൈനെ ഡെറിവേറ്റ് ചെയ്യണം. ഡി വൈ ബൈ ഡി ടി എന്ത് വരും, ഡി ബൈ ഡി ടി ഓഫ് നമ്മുടെ വൈ എന്ന് പറഞ്ഞാൽ എന്താ 3 sin t മൈനസ് സൈൻ ക്യൂബ് ടി. ഇതാണ് നമ്മുടെ എന്ത്, വൈ എന്ന് പറയുന്നത്. നമ്മളിതിനെ വൈനെ ഡെറിവേറ്റ് ചെയ്യാൻ വേണ്ടി പോവാണ്. എന്ത് വരും, ഈക്വൽ ടു 3 കോൺസ്റ്റൻ്റ് ഉള്ളപ്പോൾ 3 നമ്മൾ അതുപോലെ എഴുതി. സൈൻ്റെ ഡെറിവേറ്റീവ് എന്താ, സൈൻ എക്സിൻ്റെ ഡെറിവേറ്റീവ്. സൈൻ്റെ ഡെറിവേറ്റീവ് കോസ് ആണ്, അപ്പം ഇവിടെ സൈൻ ടി ആണ്. അപ്പം നമുക്കിവിടെ എന്ത് വരും, കോസ് ടി എന്ന് പറഞ്ഞ് വരും. മൈനസ് ഇനി സൈൻ ക്യൂബ് ടി. സൈൻ ക്യൂബ് ടി നമ്മൾ പറഞ്ഞു, ഈ സൈൻ പവർ ക്യൂബൊക്കെ വരുമ്പോൾ നമ്മളതിനെ എക്സ് റൈസ് ടു എൻ എന്നുള്ള ഫോമുല ചെയ്യുന്നതെന്ന് പറഞ്ഞിരുന്നു. അപ്പം ഇവിടെ നോക്കി അറിയാം, നമ്മുടെ ഇവിടെ എൻ ആയിട്ട് വരും 3 ആണ്. അപ്പം 3 ഇൻറ്റു എക്സ് റൈസ് ടു എൻ മൈനസ് 1. ഇപ്പോൾ ഇവിടുത്തെ എക്സ് ആയിട്ട് കിടക്കുന്ന എന്താണ്, സൈൻ ആണ്. അപ്പോൾ എന്ത് വരും, 3 ഇൻറ്റു സൈൻ സ്ക്വയർ ടി. കാരണം 3 ഇൻറ്റു എക്സ് റൈസ് ടു നമ്മൾ 3 മുകളിലത്തെ പവർ എഴുതി, അതിനുശേഷം ഈ സൈൻ എഴുതി, ഈ 3 പവർ -1 ചെയ്യും. അപ്പോൾ എന്ത് വരും, സ്ക്വയർ വരും. ഇൻറ്റു അടുത്തെന്താ ചെയ്യേണ്ടത്, ഇവിടെ സൈൻ അല്ലേ നമ്മുടെ ഫംഗ്ഷനായിട്ട് കിടക്കുന്നത്. അപ്പോൾ നമ്മൾ സൈനെ ഒന്നും കൂടി ഡെറിവേറ്റ് ചെയ്യുക എന്ന് വെച്ചാൽ ഡി ബൈ ഡി ടി ഓഫ് സൈൻ ടിയും കൂടി ചെയ്യാം. അപ്പോൾ നമുക്കറിയാം സൈൻ ടിയുടെ ഡെറിവേറ്റീവ് എന്ത് വരും, കോസ് വരും. ഈ ഒരു ടേം എന്താകും, കോസ് ടി ആയിട്ട് മാറും. അപ്പോൾ അതാണ് നമ്മുടെ ഡി വൈ ബൈ ഡി ടി വരുന്നത്. നമ്മളെ ഈ സൈൻ ക്യൂബ് ടി, സൈൻ ടിയുടെ ഡെറിവേറ്റീവ് നമുക്കറിയാം എന്താണ്, കോസ് ആണ്. സൈൻ ക്യൂബ് ടി ചെയ്യുമ്പോൾ എന്ത് വരും, 3 sin t ഇൻറ്റു 3 sin സ്ക്വയർ ടി ഇൻറ്റു ഡി ബൈ ഡി ടി ഓഫ് എന്ത് വരും, ആ സൈൻ ടീനെ നമ്മൾ ഒന്നും കൂടി ഡെറിവേറ്റ് ചെയ്യുക. സൈൻ ടീനെ ഡെറിവേറ്റ് ചെയ്യുമ്പോൾ എന്ത് വരും, കോസ് ടി എന്ന് പറഞ്ഞ് വരും. അതാണ് 3 sin സ്ക്വയർ ടി കോസ് ടി എന്ന് പറഞ്ഞ് നമുക്ക് ഡി വൈ ബൈ ഡി ടി കിട്ടുന്നത്. ഇതുപോലെ തന്നെ എന്ത് ചെയ്യുക, ഡി എക്സ് ബൈ ഡി ടി ചെയ്യുക. ഡി എക്സ് ബൈ ഡി ടി ചെയ്യുമ്പോൾ എന്ത് വരും, ഇവിടെ നോക്കാം 3 നമ്മൾ അതുപോലെ എഴുതി. അതുപോലെ കോസ്റ്റിയുടെ ഡെറിവേറ്റീവ്, കോസിൻ്റെ ഡെറിവേറ്റീവ് എന്താണ്, മൈനസ് സൈൻ ആണ്. അപ്പം ഇവിടെ കോസ് ടി ആണ്. അപ്പോൾ എന്ത് വരും, ഇവിടെ ആ മൈനസ് സൈൻ ടിയിൽ ഈ മൈനസ് ആണ് ഫ്രണ്ടിലേക്ക് എടുത്ത് എഴുതുന്നേ ഉള്ളൂ, മൈനസ് സൈൻ ടി. പിന്നെ എന്ത് വരും, പിന്നെ മൈനസ്, പിന്നെ ഇതാ കോസ് ക്യൂബ് ടി. കോസ് ക്യൂബിൻ്റെ ഡെറിവേറ്റീവ് എന്ത് വരുന്ന പറഞ്ഞത്, 3 ഇൻറ്റു കോസ് സ്ക്വയർ വരും. കാരണം ഇവിടെ 3 അല്ല, അപ്പോൾ 3 - 1 എന്ത് വരും, 2 വരും. അപ്പം കോസ് സ്ക്വയർ ടി ഇൻറ്റു ഡി ബൈ ഡി ടി ഓഫ് സൈൻ ടി. ഇനി ഡി ബൈ ഡി ടി ഓഫ് കോസ് ടി, സൈൻ ടി അല്ല കോസ് ടി എന്ന് പറഞ്ഞ് വരും. നമുക്കറിയാം കോസിൻ്റെ ഡെറിവേറ്റീവ് എന്താണ്, മൈനസ് ആണെന്ന് പറഞ്ഞില്ല, മൈനസ് സൈൻ ടി ആണെന്ന് പറഞ്ഞില്ല. അപ്പം ഇവിടുത്തെ ഈ കോസ് ടി എന്ന് പറഞ്ഞാൽ മൈനസ് സൈൻ ടി ആണ്. ഇവിടുത്തെ ഈ മൈനസ് സൈൻ ടിയും അതുപോലെ ഈ 2 മൈനസും കൂടി ചേർന്നാണ് എന്താണെന്ന് ഇവിടെ പ്ലസ് ആവുന്നത്. അതാണ് ഇവിടെ 3 cos സ്ക്വയർ ടി ഇൻറ്റു സൈൻ ടി എന്ന് പറഞ്ഞത്. ഇവിടുത്തെ സൈൻ ടി എന്ന് പറഞ്ഞാൽ എന്താ, ഈ കോസ് ടിയുടെ ഡെറിവേറ്റീവ് ആണ് എന്താ ഇവിടുത്തെ സൈൻ ടി ആയിട്ട് വന്നേക്കുന്നത്. അപ്പോൾ നമുക്ക് ഡി എക്സ് ബൈ ഡി ടിയും കിട്ടി, അതുപോലെ ഡി വൈ ബൈ ഡി ടിയും കിട്ടി. ഇനി നമ്മൾ നമ്മുടെ ഇക്വേഷനിലേക്ക് ഇട്ട് കൊടുക്കാൻ പോവാണ്. നമ്മുടെ ഇക്വേഷൻ എന്തായിരുന്നു, ഡി വൈ ബൈ ഡി ടി ഡിവൈഡഡ് ബൈ ഡി എക്സ് ബൈ ഡി ടി. നമ്മുടെ ഇക്വേഷനിലേക്ക് നമ്മൾ ഇട്ട് കൊടുത്തു. ഇനി നമുക്കറിയാം, ഇവിടെ നോക്കിയാൽ ന്യൂമറേറ്ററിൽ രണ്ടിടത്തും 3 കോമൺ ആണല്ലോ. അപ്പോൾ നമ്മൾ 3 കോമൺ ആയി പുറത്തെടുത്തു. ബാക്കി എന്താ ഉള്ളത്, കോസ് ടി മൈനസ് എന്ത് വരും, സൈൻ സ്ക്വയർ ടി ഇൻറ്റു കോസ് ടി എന്ന് പറഞ്ഞ് വരും. അതുപോലെ ഡിനോമിനേറ്ററും 3 കോമൺ അല്ലേ. അപ്പോൾ നമ്മൾ ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും എന്തെടുത്തു, 3 നമ്മൾ കോമൺ ആയി പുറത്തെടുത്തു.
ഇനി നമ്മൾ എന്ത് ചെയ്യുക, 2 3യും കൂടി കട്ട് ചെയ്ത് കളയണം. 3യും 3യും കട്ടായിപ്പോയി. ബാക്കി എന്താ ഉള്ളത്, കോസ് ടി മൈനസ് സൈൻ സ്ക്വയർ ടി ഇൻറ്റു കോസ് ടി ഡിവൈഡഡ് ബൈ മൈനസ് സൈൻ ടി പ്ലസ് കോസ് സ്ക്വയർ ടി ഇൻറ്റു സൈൻ ടി എന്ന് പറഞ്ഞു തരാം. ഇപ്പം ഇതിലിവിടെ നോക്കുകയാണെങ്കിൽ നമുക്ക് ന്യൂമറേറ്ററിൽ രണ്ടിടത്തും കോസ് ടി ഉണ്ട്. കോസ് ടി പുറത്തെടുക്കാം. പക്ഷേ ഇവിടെ ഡിനോമിനേറ്ററിൽ രണ്ടിടത്തും സൈൻ ടി ആണ് കോമൺ ആയിട്ടുള്ളത്. അപ്പം നമ്മൾ കട്ട് ചെയ്ത് കളയാൻ ഭാഗത്തിനൊന്നും ഇല്ല. അപ്പോൾ ഇല്ല, നമുക്ക് ഇവിടെ വെച്ച് തന്നെ സ്റ്റോപ്പ് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, ഈ ഒരു നമ്മുടെ എക്സിനെയും അതുപോലെ വൈനെയും നമ്മൾ എക്സ് എന്ന് പറഞ്ഞ ഫംഗ്ഷനും വൈ എന്ന് പറഞ്ഞ ഫംഗ്ഷനും നമ്മൾ ഡെറിവേറ്റ് ചെയ്തു. നമ്മുടെ പാരാമീറ്റർ ടി ആയിരുന്നു. അത് വെച്ച് നമ്മൾ ഡെറിവേറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, നമ്മുടെ പഴയ ഇക്വേഷൻസും പഴയ മെത്തേഡും അതുപോലെ കാര്യങ്ങളൊക്കെ നമ്മളിവിടെ യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പം കോസ് ക്യൂബ് ടി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫസ്റ്റ് ഇക്വേഷൻ അല്ല, നമ്മളത് കഴിഞ്ഞ് പോകുന്ന നമ്മുടെ പ്രൊഡക്റ്റ് കോഷ്യൻ റൂളൊക്കെ പഠിച്ചതിന് ശേഷം നമ്മൾ ഫംഗ്ഷൻ റൂൾ നമ്മുടെ ചെയിൻ റൂളില്ല, ആ ഒരു രീതി അതിൽ പഠിച്ചാണ് നമ്മൾ ഈ കോസ് ക്യൂബ് ടീം അതുപോലെ സൈൻ ക്യൂബ് ടാൻ റേസ് ടു 5 അങ്ങനെയുള്ള ടൈമിനൊക്കെ നമ്മൾ ആ രീതിയിലാണ് പഠിച്ചത്. ആ സ്റ്റെപ്പുകളെല്ലാം ഇതിൽ ചെയ്യുന്നുണ്ട്. ആ സ്റ്റെപ്പ് പഠിച്ച് ആ പഴയ ഇക്വേഷൻസും കാര്യങ്ങളൊക്കെ ഇതിൽ അപ്ലൈ ചെയ്താണ് നമ്മൾ ഈ ടൈപ്പ് പ്രോബ്ലങ്ങളൊക്കെ ചെയ്തു പോകുന്നത്. ഇനി നമുക്ക് ഇതുപോലത്തെ വേറൊരു ക്വസ്റ്റ്യനും കൂടി നോക്കാം. ഇഫ് എക്സ് ഈക്വൽ ടു a into cos t plus t sin t and y equal to a sin t minus t cos t, find dy by dx. അപ്പോൾ നമുക്ക് ഇതിൽ നോക്കിയറിയാം, എക്സ് എന്ന് പറഞ്ഞ ഫംഗ്ഷനും അതുപോലെ വൈ എന്ന് പറഞ്ഞ 2 ഫംഗ്ഷനും ഉണ്ട്. ഇവിടുത്തെ പാരാമീറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്, ടി ആണ് നമ്മുടെ പാരാമീറ്ററായിട്ട് വരുന്നത്. കണ്ടുപിടിക്കാനുള്ളത് എന്താണ്, dy by dx ആണ് കണ്ടുപിടിക്കാനുള്ളത്. അപ്പോൾ നമുക്കറിയാം dy by dxൻ്റെ ഇക്വേഷൻ എന്താ, dy by dt ഡിവൈഡഡ് ബൈ dx by dt. അപ്പോൾ നമുക്ക് എക്സും ഫംഗ്ഷനും ഉണ്ട്, അതുപോലെ വൈ എന്ന് പറഞ്ഞ ഫംഗ്ഷനും ഉണ്ട്. ഇനി നമ്മളെന്ത് ചെയ്യുക, ഈ വൈനെ നമ്മൾ ഡെറിവേറ്റ് ചെയ്യുക, അതുപോലെ എക്സിനെ നമ്മൾ എന്ത് ചെയ്യണം, ഡെറിവേറ്റ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ചെയ്യാൻ പോകുന്നത് വൈനെ ഡെറിവേറ്റ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ വൈനെ ഡെറിവേറ്റ് ചെയ്യാൻ നമ്മുടെ വൈ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു, എ ഇൻറ്റു സൈൻ ടി മൈനസ് ടി കോസ് ടി. ഇപ്പം ഈ എ എന്ന് പറയുന്ന കോൺസ്റ്റൻ്റ് ആണല്ലോ, നമ്മൾ കോൺസ്റ്റൻറ്റ് പുറത്തേക്ക് ഇട്ടു. ബാക്കി എന്ത് വരും, ഡി വൈ ബൈ ഡി ടി ഓഫ് സൈൻ ടി മൈനസ് ടി കോസ് ടി എന്ന് പറഞ്ഞ് വന്നു. ഇനി നമ്മൾ എന്ത് ചെയ്യാണ്, നമുക്കറിയാം സൈൻ ടി ഒറ്റൊരു ടൈമായിട്ടേ ഉള്ളൂ. പിന്നെ ടി ഇൻറ്റു കോസ് ടി ആണ്. ഇതെന്ന് പറഞ്ഞാൽ ഈ ടി 2 വേരിയബിളായിട്ടല്ലേ കിടക്കുന്നത്. പക്ഷേ ഇതും ടി എന്ന് പറഞ്ഞൊരു ഫംഗ്ഷനും കോസ് ടി എന്ന് പറഞ്ഞാൽ വേറൊരു ഫംഗ്ഷനായിട്ട് കിടക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതെന്താ, നമ്മുടെ പ്രൊഡക്റ്റ് ടൂൾ വെച്ചിട്ട്, പ്രൊഡക്റ്റ് ടൂൾ എന്തായിരുന്നു, യു ഇൻറ്റു വി 2 വേരിയബിൾ ആണെങ്കിൽ പ്രൊഡക്റ്റ് ടൂൾ എന്ത് വരും, യു ഇൻറ്റു ഡി വി ബൈ ഡി എക്സ് പ്ലസ് വി ഇൻറ്റു ഡി യു ബൈ ഡി എക്സ്. അപ്പം ഇതാണ് നമ്മുടെ പ്രൊഡക്റ്റ് ടൂളിൻ്റെ ഇക്വേഷനായിട്ട് വരുന്നത്. അപ്പം ആ പ്രൊഡക്റ്റ് ടൂൾ വെച്ച് നമ്മൾ എന്ത് ചെയ്യണം, ഈ ടി കോസ്റ്റിനെ നമ്മൾ ഡെറിവേറ്റ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ നമുക്കറിയാം ഇവിടുത്തെ യു എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ ടി ആണ്. അതുപോലെ കോസ് ടി എന്ന് പറയുന്നതാണ് നമ്മുടെ ഇവിടുത്തെ വി ആയിട്ട് വരുന്നത്. അപ്പോൾ നമ്മൾ എ കോമൺ ആയിട്ട് പുറത്തെടുത്തു. നമുക്കറിയാം സൈൻ ടിയുടെ ഡെറിവേറ്റീവ് എന്താണ്, കോസ് ടി ആണ്. നമ്മൾ ഈ ടൈമിന് എന്ത് കൊടുക്കുകയാണ്, യു ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് വി പ്ലസ് വി ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ടി എന്ന് പറഞ്ഞ് കൊടുത്തു. ഇനി ഈക്വൽ ടു എന്ത് വരും, ഈക്വൽ ടു നമ്മൾ എ അതുപോലെ പുറത്തെടുത്തു. പിന്നെ കോസ് ടി മൈനസ് എടുത്ത് ബ്രാക്കറ്റ് ഇട്ടു. എന്ത് വരും, ടി ഇൻറ്റു കോസ് ടിയുടെ ഡെറിവേറ്റീവ് എന്താണ്, കോസ് ടി എന്ന് പറഞ്ഞാൽ മൈനസ് സൈൻ ടി ആണ്. അപ്പം നമ്മൾ അതുപോലെ എഴുതി പ്ലസ് കോസ് ടി ഇൻറ്റു ടിയുടെ ഡെറിവേറ്റീവ് ഡി ബൈ ഡി ടി ഓഫ് ടി അല്ല. അപ്പോൾ എന്ത് വരും, അത് 1 ആയിട്ട് തന്നെ വരും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, ടി ഇൻറ്റു മൈനസ് സൈൻ ടി പ്ലസ് കോസ് ടി എന്ന് പറഞ്ഞ് വരും. ഇനി ഇനി നമ്മളിതിനെ ബ്രാക്കറ്റൊക്കെ ഓപ്പൺ ചെയ്ത് ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യാൻ പോകണം. എന്ന് വെച്ചാൽ ഈ ഒരു മൈനസ് എന്ന് പറയുന്നത് ഈ ഒരു ടേമിനും ഉള്ളതാണ്. അപ്പോൾ നമ്മൾ ബ്രാക്കറ്റൊക്കെ ഓപ്പൺ ചെയ്ത് ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് വരും, എ ഇൻറ്റു കോസ് ടി, ഈ മൈനസിൽ ഈ ഒരു മൈനസും കൂടി ചേർന്നുണ്ടാവും പ്ലസ് ആകും. അപ്പോൾ പ്ലസ് ടി സൈൻ ടി എന്ന് പറഞ്ഞു വരും. അതുപോലെ ഈ ഒരു മൈനസും ഈ ഒരു പ്ലസും കൂടി വരുമ്പോൾ എന്താവും, മൈനസ് പറഞ്ഞു വരും. അപ്പോൾ ഇതൊരു മൈനസ് കോസ് ടി എന്ന് പറഞ്ഞു വരും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, എ കോസ് ടി പ്ലസ് ടി സൈൻ ടി മൈനസ് കോസ് ടി എന്ന് പറഞ്ഞ് വരും. ഇനി ഇവിടെ നോക്കിയേ, ഇവിടെ ഒരു കോസ് ടി ഉണ്ട്, അതുപോലെ ഇവിടെ ഒരു മൈനസ് കോസ് ടി ഉണ്ട്. ഈ ഒരു പ്ലസ് കോസ് ടിയും അതുപോലെ ഈ മൈനസ് കോസ് ടിയും കൂടി കട്ടായി പറയും. ബാക്കി എന്തേ ഉള്ളൂ, എ ഇൻറ്റു ടി സൈൻ ടി മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, ഡി വൈ ബൈ ഡി ടി എന്ത് കിട്ടി, എ ടി സൈൻ ടി എന്ന് പറഞ്ഞ് കിട്ടി. അപ്പോൾ നമ്മൾ ഈ ഒരു വൈ ചെയ്തത് നമ്മൾ സൈന് നമുക്ക് ഡയറക്റ്റായിട്ട് ഡെറിവേറ്റ് ചെയ്യാൻ പറ്റും. ഈ രണ്ടാമത്തെ ടി കോസ് ടിനെ നമ്മൾ നമ്മുടെ പ്രൊഡക്റ്റ് ടൂൾ വെച്ച് നമ്മൾ ഡെറിവേറ്റ് ചെയ്തു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, എ ടി സൈൻ ടി എന്ന് പറഞ്ഞ് കിട്ടി.
ഇനി ഇതുപോലെ നമ്മൾ എന്ത് ചെയ്യാണ്, ഡി എക്സ് ബൈ എക്സിനെ നമ്മൾ ഇതുപോലെ ഡെറിവേറ്റ് ചെയ്യാണ്. അപ്പം എക്സിനെ ഡെറിവേറ്റ് ചെയ്യുമ്പോൾ നോക്കിയാലും ഇവിടെ എ കോൺസ്റ്റൻ്റ് നമ്മൾ പുറത്തേക്ക് എടുത്തു, ബാക്കി ഡി ബൈ ഡി ടി ഓഫ് എന്ത് വരും, കോസ് ടി പ്ലസ് ടി സൈൻ ടി. അപ്പം ഇവിടെ നോക്കിയാലും ടി ഇൻറ്റു സൈൻ ടി ആണ്. അപ്പം ഇവിടെ പ്രൊഡക്റ്റ് റൂൾ തന്നെയാണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്. നമ്മുടെ യു ആണ് എന്ത് ടി വരുന്നത്, അതുപോലെ സൈൻ ടി ആണ് നമ്മുടെ എന്ത് വി ആയിട്ട് വരുന്നത്. അപ്പോൾ നമ്മൾ നമ്മുടെ പ്രൊഡക്റ്റ് റൂൾ കൊടുത്ത് നമ്മളതിനെ ചെയ്യാൻ പോവാണ്. പ്രൊഡക്റ്റ് റൂൾ കൊടുക്കുമ്പോൾ എന്ത് വരും, ഫസ്റ്റ് നമ്മൾ എന്ത് വരും, എ ഇൻറ്റു ഡി ബൈ കോസ്റ്റിയുടെ ഡെറിവേറ്റീവ് എന്ത് വരും, മൈനസ് സൈൻ ടി എന്ന് പറഞ്ഞ് വരും. ഇവിടെ പ്ലസ് ഇട്ടു, അതിനുശേഷം യു ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് വി പ്ലസ് വി ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് യു എന്ന് പറഞ്ഞ് വരും. ഇനി എന്ത് വരും, ഈക്വൽ ടു എ നമ്മൾ അതുപോലെ പുറത്തേക്ക് ഇട്ടു, ബാക്കി മൈനസ് സൈൻ ടി അതുപോലെ എഴുതി, പ്ലസ് ബ്രാക്കറ്റ് ഇട്ടു ടി ഇൻറ്റു സൈൻ ടിയുടെ ഡെറിവേറ്റീവ് എന്താണ്, സൈൻ്റെ ഡെറിവേറ്റീവ് കോസ് ആണ്. അപ്പം സൈൻ ടി എന്ത് വരും, കോസ് ടി എന്ന് പറഞ്ഞ് വരും, പ്ലസ് സൈൻ ടി ഇൻറ്റു ടിയുടെ ഡെറിവേറ്റീവ് എന്താണ്, 1 ആണ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, ടി കോസ് ടി പ്ലസ് സൈൻ ടി എന്ന് പറഞ്ഞ് കിട്ടും. ഇനി നമ്മൾ നേരത്തെ ചെയ്ത പോലെ ബ്രാക്കറ്റൊക്കെ ഓപ്പൺ ചെയ്ത് ഉള്ളിലേക്ക് മൾട്ടിപ്പിൾ ചെയ്യണം. അപ്പോൾ എന്ത് വരും, എ ഇൻറ്റു മൈനസ് സൈൻ ടി, അപ്പം ഇവിടെ പ്ലസ് അല്ലേ, അപ്പോൾ എന്ത് വരും, ടി സൈൻ ടി തന്നെ പറഞ്ഞു വരും, പ്ലസ് ടി സൈൻ ടി. ഇവിടെയും പ്ലസ് ആണ്, ഇവിടെയും പ്ലസ് ആണ്, അപ്പോൾ എന്ത് വരും, പ്ലസ് തന്നെ വരും, പ്ലസ് സൈൻ ടി എന്ന് പറഞ്ഞ് വരും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, എ ഇൻറ്റു മൈനസ് സൈൻ ടി പ്ലസ് ടി കോസ് ടി പ്ലസ് സൈൻ ടി എന്ന് പറഞ്ഞ് വരും. നമ്മൾ നേരത്തെ ചെയ്ത പോലെ ഇവിടെ ഒരു മൈനസ് സൈൻ ടി ഉണ്ട്, ഇവിടെ ഒരു പ്ലസ് സൈൻ ടി ഉണ്ട്. അപ്പം രണ്ടും കൂടി കട്ടായി പോകും, ബാക്കി എന്തേ ഉള്ളൂ, എ ടി കോസ് ടി എന്ന് പറഞ്ഞ് കിട്ടി. അപ്പോൾ നമുക്ക് ഡി വൈ ബൈ ഡി ടിയും കിട്ടി, അതുപോലെ ഡി എക്സ് ബൈ ഡി ടിയും കിട്ടി. നമ്മൾ ഇനി ഡി വൈ ബൈ ഡി എക്സിൻ്റെ ഇക്വേഷനിലേക്ക് നമ്മൾ ഈ വാല്യൂസ് കൊടുക്കുകയാണ്. അപ്പോൾ എന്ത് വരും, എ ടി സൈൻ ടി ബൈ എ ടി കോസ് ടി എന്ന് പറഞ്ഞ് വരും. അപ്പോൾ ഇവിടെ നമുക്കറിയാം എ രണ്ടിടത്തും കട്ട് ചെയ്ത് പോകും, അതുപോലെ ടിയും രണ്ടിടത്തും കട്ട് ചെയ്ത് പോകും, ബാക്കി എന്തേ ഉള്ളൂ, സൈൻ ടി ബൈ കോസ് ടി എന്ന് പറഞ്ഞ് വരും. നമുക്കറിയാം സൈൻ ബൈ കോസ് എന്താ, നമ്മുടെ സൈൻ എക്സ് ബൈ കോസ് നമ്മൾ ഫസ്റ്റ് മൊഡ്യൂൾ പറഞ്ഞിരുന്നു, ട്രിഗ്നോമെട്രി പറഞ്ഞിരുന്നു. സൈൻ എക്സ് ബൈ കോസ് എക്സ് എന്താണ്, ടാൻ എക്സ് ആണ്. അപ്പം സൈൻ ടി ബൈ കോസ് ടി എന്ത് വരും, ടാൻ ടി എന്ന് പറഞ്ഞ് വരും. അപ്പം ഇതാണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. ഫസ്റ്റ് നമ്മൾ നേരത്തെ ചെയ്ത് മുന്നത്തെ പ്രോബ്ലം പോലെ തന്നെ വൈനെയും ഡെറിവേറ്റ് ചെയ്തു, എക്സിനെയും ഡെറിവേറ്റ് ചെയ്തു. അതിനുശേഷം നമ്മുടെ ഡി വൈ ബൈ ഡി എക്സ് എന്ന് പറഞ്ഞ ഇക്വേഷനിലേക്ക് നമ്മൾ ആ കിട്ടിയ രണ്ട് വാല്യൂസ് നമ്മൾ ഇട്ട് കൊടുക്കുകയാണ്. കട്ട് ചെയ്ത് കളയാൻ നമുക്ക് എന്ത് കിട്ടും, ലാസ്റ്റ് ടാൻ ടി എന്ന് പറഞ്ഞ് നമുക്ക് ആൻസർ കിട്ടും. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇഫ് എക്സ് ഈക്വൽ ടു എ കോസ് ക്യൂബ് ടി ആൻഡ് വൈ ഈക്വൽ ടു ബി സൈൻ ക്യൂബ് ടി, ഫൈൻഡ് ഡി വൈ ബൈ ഡി എക്സ്. അപ്പോൾ നമുക്ക് ഡി വൈ ബൈ ഡി എക്സ് ആണ് കണ്ടുപിടിക്കാനുള്ളത്. ഇവിടുത്തെ പാരാമീറ്റർ എന്ന് പറയുന്നത് എന്താണ്, ടി ആണ്. നമുക്ക് എക്സിൻ്റെ ഡെറിവേറ്റീവും കണ്ടുപിടിക്കണം, അതുപോലെ വൈയുടെ ഡെറിവേറ്റീവും കണ്ടുപിടിക്കണം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് എന്താ, വൈയുടെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കാൻ വേണ്ടി പോവാണ്. അപ്പം വൈയുടെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുമ്പോൾ എന്ത് വരും, ഡി വൈ ഡി ടി ഓഫ് നമ്മുടെ വൈ എന്താണ്, ബി ഇൻറ്റു സൈൻ ക്യൂബ് ടി എന്ന് പറഞ്ഞ് വരും. ഈക്വൽ ടു എന്ത് ചെയ്യും, അതിനെ ചെയ്യുമ്പോൾ ബി ഇൻറ്റു സൈൻ ക്യൂബ് ടിയുടെ ബി കോൺസ്റ്റൻ്റ് നമ്മൾ പുറത്തേക്ക് എടുത്തു, സൈൻ ക്യൂബ് ടിയുടെ ഡെറിവേറ്റീവ് എന്ത് വരും, 3 ഇൻറ്റു സൈൻ സ്ക്വയർ, നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ സൈൻ സ്ക്വയർ ടി ഇൻറ്റു ഡി ബൈ ഡി ടി ഓഫ് എന്ത് വരും, ഈ സൈൻ ടീനെ നമ്മൾ ഒന്നും കൂടി ഡെറിവേറ്റ് ചെയ്യുക. അപ്പോൾ എന്ത് വരും, ബി ഇൻറ്റു 3 സൈൻ സ്ക്വയർ ടി ഇൻറ്റു ഡി ബൈ ഡി ടി ഓഫ് സൈൻ ടി, സൈൻ്റെ ഡെറിവേറ്റീവ് എന്താണ്, കോസ് എന്ന് പറഞ്ഞ് വരും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, ഡി വൈ ബൈ ഡി ടി ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടി, 3b സൈൻ സ്ക്വയർ ടി ഇൻറ്റു കോസ് ടി എന്ന് പറഞ്ഞ് കിട്ടി. ഇനി ഇതുപോലെ നമ്മൾ എക്സിനെയും എന്ത് ചെയ്യാണ്, ഡെറിവേറ്റ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അപ്പം എക്സിനെ ഡെറിവേറ്റ് ചെയ്യുമ്പോൾ എന്ത് വരും, ഇതുപോലെ തന്നെ എ കോൺസ്റ്റൻ്റ് അതുപോലെ എഴുതി, കോസ് ക്യൂബിറ്റി എന്ത് വരും, 3 കോസ് സ്ക്വയർ, 3 കോസ് ക്യൂബിറ്റീനെ ഡെറിവേറ്റ് ചെയ്യുന്നതാണ് 3 കോസ് സ്ക്വയർ ടി ഇൻറ്റു, അതിനുശേഷം ഇവിടെയുള്ള ഈ കോസിനെ നമ്മൾ ഒന്നും കൂടി ഡെറിവേറ്റ് ചെയ്യും. അപ്പം ഡി ബൈ ഡി ടി ഓഫ് എന്ത് വരും, കോസ് ടി എന്ന് പറഞ്ഞ് വരും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, എ കോൺസ്റ്റൻ്റ് ആണ്, എ നമ്മൾ അതുപോലെ എഴുതി, ബാക്കി എന്ത് വരും, 3 കോസ് സ്ക്വയർ ടി ഇൻറ്റു ഡി ബൈ ഡി ടി ഓഫ് കോസ് ടി, കോസ് ടിയുടെ ഡെറിവേറ്റീവ് എന്താണ്, മൈനസ് സൈൻ ടി ആണ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, അത് നമ്മൾ അറേഞ്ച് ചെയ്യുമ്പം ഈ മൈനസ് ഫ്രണ്ടിലേക്ക് എടുത്ത് എഴുതാണ്, ഈ ഒരു മൈനസ് ഇല്ലാതെ ഫ്രണ്ടിലേക്ക് എടുത്ത് എഴുതണം. എന്ത് വരും, -3a കോസ് സ്ക്വയർ ടി ഇൻറ്റു സൈൻ ടി എന്ന് പറഞ്ഞ് വരും. അപ്പോൾ നമുക്ക് ഡി വൈ ബൈ ഡി ടിയും കിട്ടി, അതുപോലെ ഡി എക്സ് ബൈ ഡി ടിയും കിട്ടി. നമ്മൾ രണ്ടും ഇതിലേക്ക് അപ്ലൈ ചെയ്യുവാണ്. ഇനി നോക്കിയാലും ഇവിടെ ഒരു 3 ഉണ്ട്, ഇവിടെയും 3 ആണ്. അപ്പം 3യും കട്ടായിപ്പോയി. പിന്നെ ഇവിടെ നോക്കിയാൽ ഇവിടെ ഒരു സൈൻ സ്ക്വയർ ടി എന്ന് വെച്ചാൽ ഇവിടെ 2 സൈൻ ടി ഉണ്ട്, താഴത്ത് ഒരു സൈൻ ടി ഉണ്ട്. അപ്പം ഈ ഒരു സൈൻ ടി ഇവിടുത്തെ ഈ ഒരു സ്ക്വയറിലെ ഇതും കൂടി കട്ടായി കളഞ്ഞു. അതുപോലെ ഇവിടെ 2 കോസ് സ്ക്വയർ ടി അല്ലേ എന്ന് വെച്ചാൽ 2 കോസ് ഉണ്ട്, ഇവിടെ ഒരു കോസും ഉണ്ട്. അപ്പം ഈ ഒരു കോസും ഇവിടുത്തെ ഇതും കൂടി കട്ടായി കളഞ്ഞു. ബാക്കി എന്തേ ഉള്ളൂ, ഇവിടെ ന്യൂമറേറ്ററിൽ എന്തേ ഉള്ളൂ, ബി ഇൻറ്റു സൈൻ ടി ഡിവൈഡഡ് ബൈ താഴത്ത് എന്താ ഉള്ളത്, എ ഇൻറ്റു കോസ് ടി. ബാക്കിയെല്ലാം നമ്മൾ കട്ടാക്കി കളഞ്ഞു. അപ്പോൾ എന്ത് കിട്ടും, ബി സൈൻ ടി ഡിവൈഡഡ് ബൈ -a കോസ് ടി എന്ന് പറഞ്ഞ് വരും.
ഇത് നമുക്കറിയാം മൈനസ് ബി ബൈ എ നമ്മൾ അതുപോലെ എഴുതി. പിന്നെ സൈൻ ബൈ കോസ് എന്താണ് ടാൻ അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് എഴുതി, ഈ മൈനസാണ് നമ്മൾ ഫ്രണ്ടിലേക്ക് എടുത്ത് എഴുതുകയാണ്. മൈനസ് ബി ബൈ എ ഇൻറ്റു ടാൻ ടി എന്ന് പറഞ്ഞ് കിട്ടി. അപ്പോൾ നമ്മൾ ഇങ്ങനെയാണ് ഇതിനെ ഡെറിവേറ്റ് ചെയ്യുന്നത്. നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഡി വൈ ബൈ ഡി ടിയും കണ്ടു, അതുപോലെ ഡി എക്സ് ബൈ ഡി ടിയും കണ്ടു. രണ്ടിനും നമ്മുടെ ഇക്വേഷനിലേക്ക് കൊടുത്തു. കട്ട് ചെയ്ത് കളയാനുള്ളത് കട്ട് ചെയ്ത് കളഞ്ഞ് ഏറ്റവും ചെറിയ രീതിയിലേക്ക് നമ്മളിതിനെ ആൻസറിലേക്ക് കൊണ്ടുവന്നതാണിത്. അപ്പം ഇങ്ങനെയാണ് പാരാമെട്രിക് ഇക്വേഷൻ. പാരാമെട്രിക്കിന് രണ്ട് ഫംഗ്ഷനും അതുപോലെ രണ്ട് ഫംഗ്ഷനുണ്ട്, മൂന്നാമതൊരു വേരിയബിൾ. മൊത്തം 3 വേരിയബിൾ ആയിട്ടുള്ളൊരു 2 ഫംഗ്ഷനാണ് തന്നിട്ടുള്ളതെങ്കിൽ നമ്മൾ പാരാമെട്രിക് ഇക്വേഷൻ വെച്ചിട്ടാണ് നമ്മളതിനെ ഡെറിവേറ്റ് ചെയ്യുക. എന്ന് വെച്ചാൽ എക്സും വൈ എന്ന് പറഞ്ഞ 2 ഫംഗ്ഷനുണ്ട്. എക്സിൻ്റെ ഇതും വേരും അതുപോലെ വൈയുടെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ വേറൊരു വേരിയബിൾ വെച്ചാണ് അതിനെ എക്സ്പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ പാരാമെട്രിക് ഇക്വേഷൻ വെച്ച് ഈ ഡി വൈ ബൈ ഡി എക്സ് ഈ ഒരു രീതിയിൽ ചെയ്താൽ മതി. നമ്മുടെ പുതിയ ടോപ്പിക്കാണ് സക്സസീവ് ഡിഫറൻസിയേഷൻ. നമ്മുടെ തേർഡ് മൊഡ്യൂളിലെ ലാസ്റ്റ് ടോപ്പിക്കും കൂടിയാട്ടോ ഇത്, സക്സസീവ് ഡിഫറൻസിയേഷൻ. അപ്പം എന്താണ് സക്സസീവ് ഡിഫറൻസിയേഷൻ? അപ്പം നമ്മൾ ഡി വൈ ബൈ ഒരു തന്നിരിക്കുന്നൊരു വൈ എന്ന് പറഞ്ഞൊരു ഫംഗ്ഷനുണ്ട്, വൈ എന്ന് പറഞ്ഞൊരു ഫംഗ്ഷനുണ്ട്. അപ്പോൾ ഒരു ഫംഗ്ഷൻ എന്തോ സംതിങ് എന്തോ ഉണ്ട് വൈ എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ. ആ ഫംഗ്ഷൻ നമ്മൾ ഒരു വട്ടം ഡെറിവേറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഡി വൈ ബൈ ഡി എക്സ് എന്ന് പറയുന്നത്. തന്നിരിക്കുന്ന വൈ എന്ന് പറഞ്ഞു, ഇപ്പോൾ വൈ ഈക്വൽ ടു എക്സ് സ്ക്വയർ ആണെന്ന് വിചാരിക്കും. വൈ ഈക്വൽ ടു എക്സ് സ്ക്വയർ എന്ന് വെച്ചാൽ ഡി വൈ ബൈ ഡി എക്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, 2x എന്ന് വെച്ചാൽ ഇതിനെ നമ്മൾ ഒരു വട്ടേ ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നുള്ളൂ. തന്നിരിക്കുന്ന ഫംഗ്ഷൻ നമ്മൾ ഒരു വട്ടമാണ് ഒരു ഡെറിവേറ്റ് ചെയ്യുന്നത്. അപ്പം അതിനെയാണ് നമ്മൾ ഫസ്റ്റ് ഡെറിവേറ്റീവ് എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ തന്നിരിക്കുന്ന ഫംഗ്ഷനെ ഒരു വട്ടം ഡെറിവേറ്റ് ചെയ്യുമ്പോൾ അതിനെ നമ്മൾ എന്താ പറയുന്നത്, അതിനെ പറയുന്നതാണ് ഫസ്റ്റ് ഡെറിവേറ്റീവ് എന്നുള്ളത്. ഇനി സക്സസീവ് ഡിഫറൻസിയേഷൻ എന്ന് വെച്ചാൽ ആ തന്നിരിക്കുന്ന ഒരു ഫംഗ്ഷൻ ഇപ്പം എക്സ് സ്ക്വയറിനെ വൈ ഈക്വൽ ടു എക്സ് സ്ക്വയർ ആണെന്ന് വിചാരിക്കും. വൈ ഈക്വൽ ടു എക്സ് സ്ക്വയറിന് നമ്മൾ എന്ത് കണ്ടുപിടിക്കും, ഡി വൈ ബൈ ഡി എക്സ് കണ്ടപ്പോൾ നമുക്ക് എന്ത് കിട്ടി, 2x എന്ന് പറഞ്ഞ് കിട്ടി. അല്ലെങ്കിൽ എക്സ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് എന്താണ്, 2x ആണ്. അപ്പം ഇതാണ് നമ്മുടെ എന്ത് ഫസ്റ്റ് ഡെറിവേറ്റീവ് എന്നുള്ളത്. ഇനി നമ്മൾ ഇതിനെ ഈ ഒരു തന്നിരിക്കുന്ന ഈ ഡി വൈ ബൈ ഡി എക്സ് കിട്ടിയ ആൻസർ 2x അല്ലേ. ഈ 2xനെ നമ്മൾ ഒന്നും കൂടി ഡെറിവേറ്റ് ചെയ്യാം. അപ്പം ഒന്നും കൂടി ഈ 2xനെ നമ്മൾ ഒന്നും കൂടി ഡെറിവേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ അതിനെ എന്ത് പറയും, അതിൻ്റെ സെക്കൻഡ് ഡെറിവേറ്റീവ് എന്ന് പറയും. എന്ന് പറഞ്ഞാൽ തന്നിരിക്കുന്ന ഫംഗ്ഷനെ ഒരു വട്ടം ഡെറിവേറ്റ് ചെയ്യുമ്പം ഫസ്റ്റ് ഡെറിവേറ്റീവ് എന്ന് പറയും. അപ്പം തന്നിരിക്കുന്ന ഫംഗ്ഷനെ ഡെറിവേറ്റ് ചെയ്തു, ആ ഡെറിവേറ്റ് ചെയ്ത് കിട്ടിയ ആൻസറിനെ ഒന്നും കൂടി ഡെറിവേറ്റ് ചെയ്യുക. അപ്പോൾ അതിനെ നമ്മൾ പറയുന്നതാണ് സെക്കൻഡ് ഡെറിവേറ്റീവ് എന്നാണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഡെറിവേറ്റീവ് എന്താണ്, ഡി വൈ ബൈ ഡി എക്സ് അല്ലേ. അപ്പം സെക്കൻഡ് ഡെറിവേറ്റീവ് എന്തായിരിക്കും, ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ. കാരണം എന്താ, നമ്മുടെ തന്നിരിക്കുന്ന ആ ഒരു ഫംഗ്ഷൻ ഇപ്പം ഡി വൈ ബൈ ഡി എക്സിനെ നമ്മൾ പറഞ്ഞു ഈ ഡി വൈ ബൈ ഡി എക്സിനെ ഒന്നും കൂടി ഡെറിവേറ്റ് ചെയ്യുന്നതാണല്ലോ സെക്കൻഡ് ഡെറിവേറ്റീവ് എന്ന് പറയുന്നത്. അപ്പം നമ്മുടെ ഇതാണ് നമ്മുടെ ഡി വൈ ബൈ ഡി എക്സ് എന്ന് പറയുന്നതാണ് നമ്മുടെ എന്ത് ഫസ്റ്റ് ഡെറിവേറ്റീവായിട്ട് വരുന്നത്. ആ ഡി വൈ ബൈ ഡി എക്സിനെ ഒന്നും കൂടി ഡെറിവേറ്റ് ചെയ്യാണ് ഇവിടെ ചെയ്യുന്നത്. അതാണ് എന്ത് വരുന്നത്, സെക്കൻഡ് ഡെറിവേറ്റീവ്. അപ്പോൾ അതിനെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നതാണ് ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ എന്നാണ്. അപ്പോൾ നമുക്കറിയാം ഒരു വട്ടം ഡെറിവേറ്റ് ചെയ്യുന്നത് ഡി വൈ ബൈ ഡി എക്സ് നമ്മൾ വൈ ഡാഷ് എന്ന് പറയും, അല്ലെങ്കിൽ എഫ് ഡാഷ് ഓഫ് എക്സ് എന്ന് പറയും. അപ്പം നമ്മൾ സെക്കൻഡ് ഡെറിവേറ്റീവിന് ഫസ്റ്റ് ഒരു വട്ടേ ഡെറിവേറ്റ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ അങ്ങനെയെങ്കിൽ സെക്കൻഡ് ഡെറിവേറ്റീവ് എന്ത് വരും, വൈ ഡബിൾ ഡാഷ്. നമ്മളിതിനെ പറയുന്നത് വൈ ഡബിൾ ഡാഷ് എന്നാണ്. ഇത് വൈ ഡാഷ്, ഇത് വൈ ഡബിൾ ഡാഷ്. ഇതെന്ത് വരും, എഫ് ഡബിൾ ഡാഷ് ഓഫ് എക്സ്. ഫംഗ്ഷൻ നമ്മൾ 2 വട്ടം ഡെറിവേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതാണ് ഒരു വട്ടം ഡെറിവേറ്റ് ചെയ്യുന്നത് ഫസ്റ്റ് ഡെറിവേറ്റീവ്. ആ ഫസ്റ്റ് ഡെറിവേറ്റീവിനെ നമുക്ക് ആൻസർ കിട്ടി, ആ ആൻസറിനെ നമ്മൾ ഒന്നും കൂടി ഡെറിവേറ്റ് ചെയ്യുന്നതാണ് ഇത് സെക്കൻഡ് ഡെറിവേറ്റീവായിട്ട് വരുന്നത്. ഇപ്പോൾ നമ്മൾ എന്താ വൈ ഈക്വൽ ടു എക്സ് സ്ക്വയർ എടുത്തു, ഇതിൻ്റെ ഡി വൈ ബൈ ഡി എക്സ് എന്ത് വരും, ഈക്വൽ ടു 2x വരുമല്ലോ. ഇനി നമ്മളിതിൻ്റെ സെക്കൻഡ് ഡെറിവേറ്റീവ് എന്ത് വരും, ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ. ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ എന്ത് വരും, ഈ 2xനെ നമ്മൾ ഒന്നും കൂടി ഡെറിവേറ്റ് ചെയ്യുക. 2xനെ ഒന്നുകൂടി ഡെറിവേറ്റ് ചെയ്യുമ്പോൾ എന്ത് വരും, 2 എന്ന് പറഞ്ഞ് കിട്ടും. അപ്പം ഇതാണ് വൈ ഈക്വൽ ടു എക്സ് സ്ക്വയറിൻ്റെ സെക്കൻഡ് ഡെറിവേറ്റീവ് എന്താണ്, 2 ആണ് നമുക്ക് ആൻസർ കിട്ടുന്നത്. ഇതാണ് സക്സസീവ് ഡിഫറൻസിയേഷൻ. നമുക്കത് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ഇങ്ങനെ പറയും, സെക്കൻഡ് ഡെറിവേറ്റീവ് കാണുക, അല്ലെങ്കിൽ ഇങ്ങനെ വൈ ഡബിൾ ഡാഷ്, ഇങ്ങനെ ഒന്നുകിൽ വൈ ഡബിൾ ഡാഷ് എന്ന് പറഞ്ഞു തരും, അല്ലെങ്കിൽ സെക്കൻഡ് ഡെറിവേറ്റീവ് കാണാനായിട്ട് ക്വസ്റ്റ്യൻ അങ്ങനെ ഫൈൻഡ് ദി സെക്കൻഡ് ഡെറിവേറ്റീവ് എന്ന് പറയും, അല്ലെങ്കിൽ എഫ് ഡബിൾ ഡാഷ് ഓഫ് എക്സ്, അങ്ങനെ രീതിയിലായിരിക്കും നമ്മുടെ ക്വസ്റ്റ്യനിൽ നമ്മൾ ഈ ഒരു രീതിയിൽ ഈ ഒരു ഫോമിലൊക്കെ വരും. അപ്പോൾ ശ്രദ്ധിക്കുക, വൈ ഡാഷ് ആണെങ്കിൽ എന്താണ്, ഫസ്റ്റ് ഡെറിവേറ്റീവ് ആണ്. അല്ലെങ്കിൽ വൈ ഡബിൾ ഡാഷ് ഒക്കെ ആണെങ്കിൽ എന്താണ്, അത് സെക്കൻഡ് ഡെറിവേറ്റീവ് ആണ്. ഇനി ഇത് വെച്ചിട്ടുള്ള പ്രോബ്ലം നമുക്ക് ചെയ്ത് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ഫൈൻഡ് ദി സെക്കൻഡ് ഡെറിവേറ്റീവ് ഓഫ് സൈൻ എക്സ്. എന്ന് വെച്ചാൽ സൈൻ എക്സിൻ്റെ സെക്കൻഡ് ഡെറിവേറ്റീവ് കാണാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം ഫസ്റ്റ് സെക്കൻഡ് ഡെറിവേറ്റീവ് കാണണമെങ്കിൽ എന്ത് ചെയ്യണം, ഫസ്റ്റ് നമ്മൾ അതിൻ്റെ ഫസ്റ്റ് ഡെറിവേറ്റീവ് കണ്ടുപിടിക്കണം. പറയാം സെക്കൻഡ് ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ ആണ്. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ഫസ്റ്റ് എന്ത് കണ്ടുപിടിക്കണം, ഡി വൈ ബൈ ഡി എക്സ് കണ്ടുപിടിക്കണം. ഡി വൈ ബൈ ഡി എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഡി ബൈ ഡി എക്സ് ഓഫ് വൈ എന്ന് പറഞ്ഞാൽ എന്താണ്, സൈൻ എക്സ് ആണ്.
അപ്പം നമുക്കറിയാം സൈൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്താണ്? കോസ് എക്സ് ആണ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഡെറിവേറ്റീവായ ഡി വൈ ബൈ ഡി എക്സ് നമുക്ക് എന്ത് കിട്ടി? കോസ് എക്സ് എന്ന് പറഞ്ഞ് കിട്ടി. ഇനി നമുക്ക് എന്താ ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ അല്ലേ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ എന്ത് വരും? ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഡി ബൈ ഡി എക്സ് ഓഫ് ഡി വൈ ബൈ ഡി എക്സ് ആണ്. എന്ന് വെച്ചാൽ എന്ത് വരും? ഡി ബൈ ഡി എക്സ് ഓഫ് ഡി വൈ ബൈ ഡി എക്സ് നമുക്ക് എന്ത് കിട്ടി? കോസ് എക്സ് എന്ന് പറഞ്ഞ് കിട്ടിയല്ലോ. നമ്മൾ കോസ് എക്സിനെ നമ്മൾ ഒന്നും കൂടി ഡെറിവേറ്റ് ചെയ്യാണ്. ഇനി കോസിൻ്റെ ഡെറിവേറ്റീവ് എന്താണ്? കോസിൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താണ്? മൈനസ് സൈൻ എക്സ് ആണ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ എന്ത് കിട്ടി? മൈനസ് സൈൻ എക്സ് എന്ന് കിട്ടി. അപ്പം സൈൻ എക്സിൻ്റെ സെക്കൻഡ് ഡെറിവേറ്റീവ് എന്ത് വരും? മൈനസ് സൈൻ എക്സ് എന്ന് പറഞ്ഞ് കിട്ടും. സൈൻ എക്സിൻ്റെ ഫസ്റ്റ് ഡെറിവേറ്റീവ് ആണ് കോസ് എക്സ്. ആ കോസ് എക്സിനെ നമ്മൾ ഒന്നും കൂടി ഡെറിവേറ്റീവ് നമുക്ക് എന്ത് കിട്ടും? ഇതിൻ്റെ തന്നിരിക്കുന്ന ഫംഗ്ഷൻ്റെ സെക്കൻഡ് ഡെറിവേറ്റീവ് കിട്ടും. അപ്പം ഇങ്ങനെയാണ് ഒരു ഫംഗ്ഷൻ്റെ സെക്കൻഡ് ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുന്നത്. ഫസ്റ്റ് നമ്മൾ തന്നിരിക്കുന്ന ഫംഗ്ഷനെ ഒരു വട്ടം ഡെറിവേറ്റ് ചെയ്യാം. ആ ഡെറിവേറ്റ് ചെയ്ത് കിട്ടിയ ആൻസറിനെ വേണം നമ്മൾ എന്ത് ചെയ്യുക? ഒന്നും കൂടി ഡെറിവേറ്റ് ചെയ്യുമ്പോൾ എന്താവും? അത് സെക്കൻഡ് ഡെറിവേറ്റീവ് ആവും. ഇതുപോലെ തേർഡ് ഡെറിവേറ്റീവ് ആകുമ്പോൾ ആ ഡി ക്യൂബ് 3 വട്ടം ഡെറിവേറ്റ് ചെയ്യുമ്പോൾ ഈ ഒരു അപ്പം ഇതൊരു ഡി ക്യൂബ് ആയിരുന്നെങ്കിൽ നമുക്ക് ഡി ക്യൂബ് ഇല്ല, ഡി സ്ക്വയർ വരെ ഉള്ളൂ, സെക്കൻഡ് ഡെറിവേറ്റീവ് വരെ ഉള്ളൂ. അപ്പം ഇവിടെ ഡി ക്യൂബ് ആയിരുന്നെങ്കിൽ എന്ത് വരും? നമുക്ക് ഡി ക്യൂബാണ് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ ഡി ക്യൂബ് വൈ ബൈ ഡി എക്സ് ക്യൂബാണ് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ നമുക്ക് ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ എന്ത് കിട്ടി? ഈ മൈനസ് സൈൻ എക്സ് കിട്ടിയില്ല. അപ്പം ഡി ക്യൂബ് ആണെങ്കിൽ ഈ തന്നിരിക്കുന്ന ഫംഗ്ഷൻ നമ്മൾ ഒന്നും കൂടി ഡെറിവേറ്റ് ചെയ്യാം. ഇത്രയേ ഉള്ളൂ. തന്നിരിക്കുന്ന ഇവിടെ നോക്കുക, സെക്കൻഡ് ഡെറിവേറ്റീവ് ആണ് തന്നിരിക്കുന്ന ഫംഗ്ഷനെ 2 വട്ടം ഡെറിവേറ്റ് ചെയ്യാം. കാരണം ഇവിടെ ഡി സ്ക്വയർ അല്ലേ, നമ്മൾ 2 വട്ടം ഡെറിവേറ്റ് ചെയ്യുക. അങ്ങനെ ചെയ്താൽ മതി. ഇനി ഇതുപോലെ ഒരു പ്രോബ്ലം നോക്കാം. സെക്കൻഡ് ഡെറിവേറ്റീവ് വെച്ച് തന്നെ ഫൈൻഡ് ദി സെക്കൻഡ് ഡെറിവേറ്റീവ് ഓഫ് എക്സ് ഇൻറ്റു കോസ് എക്സ്. അപ്പം നമ്മൾ തന്നിരിക്കുന്ന ഫംഗ്ഷൻ y ഈക്വൽ ടു എന്താണ്? എക്സ് ഇൻറ്റു കോസ് എക്സ് എന്നുള്ളതാണ്. അപ്പോൾ നമ്മളിതിനെ ഫസ്റ്റ് ഒരു വട്ടം സെക്കൻഡ് ഡെറിവേറ്റീവ് ആണ് കാണാൻ പറഞ്ഞേക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ഫസ്റ്റ് ഡി വൈ ബൈ ഡി എക്സ് കണ്ടുപിടിക്കണം. അപ്പോൾ നമ്മൾ ഡി വൈ ബൈ ഡി എക്സ് എന്ത് വരും? ഈക്വൽ ടു ഇപ്പോൾ തന്നിരിക്കുന്ന ഫംഗ്ഷൻ ഡി ബൈ ഡി എക്സ് ഓഫ് വൈ എന്താണ്? എക്സ് ഇൻറ്റു കോസ് എക്സ് ആണ്. അപ്പോൾ നമുക്കറിയാം എക്സ് ഇൻറ്റു കോസ് എക്സ് ഏത് ഫോമിലാണ് കിടക്കുന്നത്? നമ്മുടെ പ്രൊഡക്റ്റ് ടൂൾ വെച്ചിട്ട്, എന്ന് വെച്ചാൽ യു ഇൻറ്റു വി എന്നുള്ള ഫോമിലാണ് നമ്മുടെ എക്സ് ഇൻറ്റു കോസ് എക്സ് കിടക്കുന്നത്. ഇവിടുത്തെ എക്സ് ആണ് ഇത് നമ്മുടെ യു ആയിട്ട് വരുന്നത്, അതുപോലെ കോസ് എക്സ് ആണ് ഇത് വി ആയിട്ട് വരുന്നത്. അപ്പോൾ നമ്മൾ നമ്മുടെ പ്രൊഡക്റ്റ് ടൂളിലെ ഫോമിലേക്ക്, എന്ന് വെച്ചാൽ യു ഇൻറ്റു വി എന്താണ്? യു ഇൻറ്റു ഡി വി ബൈ ഡി എക്സ് പ്ലസ് വി ഇൻറ്റു ഡി യു ബൈ ഡി എക്സ്. ഈ ഒരു ഫോമിലേക്ക് നമ്മൾ അതിനെ ഡെറിവേറ്റ് ചെയ്യണം. അപ്പോൾ എന്ത് വരും? ഇവിടെ നോക്കിയറിയാം യു ഇൻറ്റു ഡി വി ബൈ ഡി എക്സ് പ്ലസ് വി ഇൻറ്റു ഡി യു ബൈ ഡി എക്സ്. നമ്മളിതിനെ ഡെറിവേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഈക്വൽ ടു എക്സ് ഇൻറ്റു കോസ് എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്താ? മൈനസ് സൈൻ എക്സ് ആണ്. അപ്പോൾ മൈനസ് സൈൻ എക്സ് പ്ലസ് കോസ് എക്സ് അതുപോലെ എഴുതി. ഇനി എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്ത് വരും? 1 എന്ന് പറഞ്ഞ് വരും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? എക്സ് ഇൻറ്റു മൈനസ് സൈൻ എക്സ് പ്ലസ് കോസ് എക്സ് ഈക്വൽ ടു എന്ത് വരും? മൈനസ് എക്സ് സൈൻ എക്സ് പ്ലസ് കോസ് എക്സ് എന്ന് പറഞ്ഞ് കിട്ടി. അപ്പോൾ നമുക്ക് ഡി വൈ ബൈ ഡി എക്സ് എന്ത് കിട്ടി? മൈനസ് എക്സ് ഡി സൈൻ എക്സ് പ്ലസ് കോസ് എക്സ് എന്ന് പറഞ്ഞ് വരും. നമുക്കിനി ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ അല്ലേ കണ്ടുപിടിക്കേണ്ടത്? എന്ന് വെച്ചാൽ ഡി ബൈ ഡി എക്സ് ഓഫ് ഡി വൈ ബൈ ഡി എക്സ് എന്ന് വെച്ചാൽ ഈ തന്നിരിക്കുന്ന ഈ ഒരു ഫംഗ്ഷൻ നമ്മൾ ഒന്നും കൂടി ഡെറിവേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? സെക്കൻഡ് ഡെറിവേറ്റീവ്. തന്നിരിക്കുന്ന ഈ ഒരു ഫംഗ്ഷൻ്റെ സെക്കൻഡ് ഡെറിവേറ്റീവ് കിട്ടും. അപ്പോൾ നമ്മൾ ഇനി അടുത്ത് ചെയ്യാൻ പോകുന്നത് ഈ ഒരു ആൻസർ ഇല്ല, ഈ ആൻസറിനെ നമ്മൾ ഒന്നും കൂടി ഡെറിവേറ്റ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ നമ്മളതിനെ ഒന്നും കൂടി ഡെറിവേറ്റ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. നമ്മുടെ ഇക്വേഷൻ ഇതാ ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ കൊടുത്തു. അതിൽ ഡി വൈ ബൈ ഡി എക്സിൻ്റെ വാല്യൂ നമ്മൾ കൊടുക്കുകയാണ്. ഇതിനെ ഡെറിവേറ്റ് ചെയ്യുമ്പോൾ എന്ത് വരും? നമ്മൾ ഇവിടെ ഈ ഒരു ടേം എന്താ? യു ഇൻറ്റു വി എന്നുള്ള ഫോമിലല്ല കിടക്കുന്നത്. അപ്പം യു ഇൻറ്റു വി എന്നുള്ള ഫോമിൽ നമ്മൾ ചെയ്യുകയാണ്. ഇവിടെ മൈനസ് ഉണ്ട്, അപ്പോൾ നമ്മൾ മൈനസ് അവിടെ എന്ത് ചെയ്യാണ്? കോമൺ ആയിട്ട് എടുക്കുകയാണ്. നമ്മൾ എന്നിട്ട് ഈ ഒരു ടേമിനാണ് നമ്മൾ ഈ മൈനസ് ഇട്ടേക്കുന്നത് കേട്ടോ. അപ്പം നമ്മൾ ഇതിനെ കൊടുക്കുമ്പോൾ എന്ത് വരും? എക്സ് ഇൻറ്റു ഡി ബൈ ഡി എക്സ് ഓഫ് സൈൻ എക്സ് പ്ലസ് സൈൻ എക്സ് ഇൻറ്റു ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ്. അപ്പം നമ്മൾ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യാണ്. കാരണം ഈ ഒരു മൈനസ് എന്ന് പറയുന്നത്, ഇവിടെയുള്ള ഈ ഒരു മൈനസ് ഇല്ല, ഈ ഒരു മൈനസ് എന്ന് പറയുന്നത് ഇത്രയും ഈ ഒരു ടേമിന് മാത്രമേ ഉള്ളൂ. നമ്മൾ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു. പ്ലസ് ഈ ഡി ബൈ ഡി എക്സ് ഓഫ് കോസ് എക്സ്, അതിനെ നമ്മൾ ഡെറിവേറ്റ് ചെയ്യണമല്ലോ, കോസ് എക്സ്. അപ്പോൾ നമ്മളതിനെ യു ഇൻറ്റു വി എന്നുള്ള ഫോമിൽ നമ്മൾ കൊടുത്തു. ഇനി എന്ത് വരും? സൈൻ എക്സിൻ്റെ ഒക്കെ ഡെറിവേറ്റീവ് നമ്മൾ കൊടുക്കുകയാണ്. മൈനസ് ഇട്ട് സൈൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്താണ്? കോസ് എക്സ് ആണ്. സൈൻ എക്സ് ഇൻറ്റു എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്ത് വരും? 1 വരും. അപ്പോൾ അവിടെ സൈൻ എക്സ് മാത്രം വരും. പിന്നെ കോസ് എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്താണ്? മൈനസ് സൈൻ എക്സ് ആണ്. അതാണ് ഇവിടെ മൈനസ് വന്നേക്കുന്നത്. മൈനസ് സൈൻ എക്സ് എന്ന് പറഞ്ഞ് വരും. ഇനി നമുക്കറിയാവുന്ന അടുത്ത കാര്യം എന്താ? ഈ ഒരു മൈനസ് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമെന്ന് വെച്ചാൽ ഈ ഒരു മൈനസ് എന്ന് പറയുന്നത് ഈ ടേമിനും കോമൺ ആണ്, അതുപോലെ ഈ ഒരു ടേമിനും കോമൺ ആണ്. അപ്പം ഈ 2 ടേമിനും ഈ ഒരു മൈനസ് ഉണ്ട്. അപ്പം മൈനസ് നമ്മൾ എന്ത് ചെയ്യണം? ഉള്ളിലേക്ക് കൊടുക്കുകയാണ്. ഇനി ഇവിടെ നോക്കിയറിയാം
ഇപ്പം ഇവിടെ ഒരു മൈനസ് സൈൻ എക്സ് ഉണ്ട്, അതുപോലെ ഇവിടെയും ഒരു മൈനസ് സൈൻ എക്സ് ഉണ്ട്. അപ്പം മൈനസ് നമുക്കറിയാം എക്സ് പ്ലസ് എക്സ് എന്താണ് 2x ആണ്, അതുപോലെ സൈൻ എക്സ് പ്ലസ് സൈൻ എക്സ് എന്താണ് 2x ആണ്. അപ്പം ഇവിടെ രണ്ടിടത്തും മൈനസ് അല്ലേ വന്നേക്കുന്നത്. അപ്പം മൈനസ് സൈൻ എക്സ് എന്ത് വരും, -2 സൈൻ എക്സ് എന്ന് പറഞ്ഞ് വരും. അപ്പം നമുക്കറിയാം സൈൻ എക്സ് പ്ലസ് സൈൻ എക്സ് എന്തായിരിക്കും, സൈൻ എക്സ് പ്ലസ് സൈൻ എക്സ് എന്ന് പറഞ്ഞാൽ 2 സൈൻ എക്സ് ആണ്. അപ്പം ഇവിടെ ഈ എക്സ് ഇവിടെ മൈനസ് ഉണ്ട്, രണ്ടിടത്തും മൈനസ് ആണെന്നുള്ളൂ. അപ്പോൾ നമ്മുടെ ആൻസറിൽ എന്ത് വരും, ഒരു -2 സൈൻ എക്സ് എന്ന് പറഞ്ഞ് വരുന്നേ ഉള്ളൂ. അപ്പോൾ എന്ത് വരും, -x cos x -2 സൈൻ എക്സ് എന്ന് പറഞ്ഞ് വരും. ഇതാണ് എന്ത്, എക്സ് ഇൻറ്റു കോസ് എക്സിൻ്റെ സെക്കൻഡ് ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് എന്തായിരിക്കും, -x ഇൻറ്റു കോസ് എക്സ് -2 സൈൻ എക്സ്. ഇതായിരിക്കും ഇതിൻ്റെ സെക്കൻഡ് ഡെറിവേറ്റീവ് ആയിട്ട് വരുന്നത്. ഇനി നമ്മുടെ അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്. ഈ ക്വസ്റ്റ്യൻ നമ്മൾ ശ്രദ്ധിക്കണം നന്നായിട്ട്, കാരണം ഈ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻസ് ചോദിക്കും. ഈ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് അധികവും ചോദിക്കാറുള്ളത്. എസ് എ ക്വസ്റ്റ്യനിലൊക്കെ ആയിട്ട്, അതുപോലെ 6 മാർക്കിൻ്റെ ക്വസ്റ്റ്യനൊക്കെ ആയിട്ട് ചോദിക്കാറുള്ള ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ ആണിത്. ഈ ഒരു ടൈപ്പ് ഉള്ളതുകൊണ്ട് ഇങ്ങനെ ഇക്വേഷൻ തന്നിട്ട് ഈ ഇക്വേഷനെ സോൾവ് ചെയ്യാൻ ഈ ഒരു സംഭവം പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ ചോദിക്കാറുണ്ട്. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഇഫ് y = x² sin x, ഇതാണ് നമ്മുടെ ഫംഗ്ഷൻ വരുന്നത്. പ്രൂവ് ദാറ്റ് x² ഇൻറ്റു y" മൈനസ് 4xy' പ്ലസ് x² പ്ലസ് 6y = 0. അപ്പം ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. x² y" നമുക്ക് ഇതിനെയാണ് പ്രൂവ് ചെയ്യാനുള്ളത്. x² y" മൈനസ് 4xy' പ്ലസ് x² പ്ലസ് 6 ബ്രാക്കറ്റിലാണ് ഇൻറ്റു y = 0 എന്ന് വെച്ചാൽ നമ്മൾ ഇതിലെന്ത് കണ്ടുപിടിക്കണം, y' എന്ന് പറഞ്ഞാൽ എന്താണ്, ഫസ്റ്റ് ഡെറിവേറ്റീവ് ആണ്. y" എന്ന് പറഞ്ഞാലാണ് സെക്കൻഡ് ഡെറിവേറ്റീവ് ആണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് എന്ത് കണ്ടുപിടിക്കണം, ഇതിൽ നിന്ന് തന്നിരിക്കുന്ന ഫംഗ്ഷൻ y = തന്നിട്ടുണ്ട്, ഇതിൻ്റെ ഫസ്റ്റ് ഡെറിവേറ്റീവും കണ്ടുപിടിക്കണം, അതുപോലെ സെക്കൻഡ് ഡെറിവേറ്റീവും കണ്ടുപിടിക്കണം. എന്നിട്ട് അതെല്ലാം നമ്മൾ ഈ ഇക്വേഷനിലേക്ക് ഈ രീതിയിൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണ്. അപ്പം അതുപോലെ y നമുക്ക് ഓൾറെഡി ക്വസ്റ്റ്യൻ ഉണ്ട്. ഇതെല്ലാം നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടണം, ലാസ്റ്റ് =0 എന്ന് പ്രൂവ് ചെയ്യണം. അപ്പോൾ ഇത് =0 എന്ന് പ്രൂവ് ചെയ്യണമെങ്കിൽ നമുക്ക് ഫസ്റ്റ് എന്തൊക്കെ വേണം, y' വേണം, അതുപോലെ y" വേണം. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ എന്താണ്, ഫസ്റ്റ് y' കണ്ടുപിടിക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ നമുക്കറിയാം y' എന്ന് പറഞ്ഞാൽ എന്താണ്, ഫസ്റ്റ് ഡെറിവേറ്റീവ് dy/dx. അപ്പോൾ നമുക്ക് y അറിയാം എന്താ, x² sin x ആണ്. അപ്പോൾ നമ്മൾ അതിനെ ഡെറിവേറ്റ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ഇവിടെ നോക്കുകയാണെങ്കിൽ x² ഇൻറ്റു സൈൻ എക്സ്, ഇത് ഏത് ഫോമില, പ്രൊഡക്റ്റ് റൂളിൻ്റെ ഫോമിലാണ്, u ഇൻറ്റു v എന്നുള്ള ഫോമിലാണ് കിടക്കുന്നത്. അപ്പോൾ നമ്മുടെ x² ആണ് എന്ത്, u ആയിട്ട് വരുന്നത്, അതുപോലെ സൈൻ എക്സ് ആണ് എന്ത്, v ആയിട്ട് വരുന്നത്. അപ്പോൾ നമ്മൾ u ഇൻറ്റു v എന്നുള്ള രീതിയിൽ നമ്മൾ കൊടുക്കും, എക്സ്പാൻഡ് ചെയ്യണം. അപ്പോൾ എന്ത് വരും, u ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് v പ്ലസ് v ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് u. ഇനി നമ്മൾ എന്ത് ചെയ്യണം, നമുക്കതിൻ്റെ ആൻസർ എന്ത്, സൈൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്ത് വരും, കോസ് എക്സ് വരും. സൈൻ എക്സിന് അതുപോലെ എഴുതി. x² ഡെറിവേറ്റീവ് എന്ത് വരും, 2x എന്ന് പറഞ്ഞ് വരും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, x² cos x പ്ലസ് 2x ഇൻറ്റു സൈൻ എക്സ് എന്ന് പറഞ്ഞ് വരും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, y' കിട്ടി. ഇപ്പോൾ ഇവിടെയുള്ള y' നമുക്ക് എന്ത് കിട്ടി, x² cos x പ്ലസ് 2x sin x എന്ന് പറഞ്ഞ് കിട്ടി. വേണമെങ്കിൽ നിങ്ങൾ ഈ y' എന്നുള്ളതൊക്കെ ഒരു ബോക്സിലാക്കിയിട്ടേക്ക്, കാരണം നമുക്കിതിലേക്ക് അപ്ലൈ ചെയ്യുന്ന നേരത്തെ ഒന്നുകൂടി ഈസി ആയിരിക്കും. അപ്പോൾ നമ്മൾ അതൊരു ബോക്സിലാക്കി എങ്ങനെ ഇട്ടേക്കും. ഇനി നമ്മൾ എന്താ അടുത്ത്, y" കണ്ടുപിടിക്കണം. y" എന്ന് പറഞ്ഞാൽ ഈ തന്നിരിക്കുന്ന ഒരു ഫംഗ്ഷൻ്റെ സെക്കൻഡ് ഡെറിവേറ്റീവ് അല്ലേ, എന്ന് വെച്ചാൽ ഈ ഒരു ആൻസറിനെ നമ്മൾ ഒന്നും കൂടി ഡെറിവേറ്റ് ചെയ്യുക. അപ്പം അതാണ് നമ്മുടെ എന്ത്, y" ആയിട്ട് വരുന്നത്. നമ്മൾ ഈ തന്നിരിക്കുന്ന ഈ കിട്ടിയ ആൻസറിനെ നമ്മൾ ഒന്നും കൂടി ഡെറിവേറ്റ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്, y" കണ്ടുപിടിക്കാൻ വേണ്ടി. അപ്പോൾ എന്ത് വരും, നമ്മൾ d/dx ഓഫ് dy/dx. നമുക്കറിയാം x² cos x ഏത് ഫോമിലാണ് കിടക്കുന്നത്, നമ്മുടെ പ്രൊഡക്റ്റ് റൂളിൻ്റെ ഫോമിൽ, എന്ന് വെച്ചാൽ u ഇൻറ്റു v എന്നുള്ള ഫോമിൽ. അപ്പോൾ നമ്മുടെ x² ആണ് എന്ത്, u ആയിട്ട് വരും, അതുപോലെ cos x ആണ് എന്തായിട്ട് വരുന്നത്, v ആയിട്ട് വരുന്നത്. അപ്പോൾ നമ്മൾ ആ രീതിയിൽ നമ്മളിതിനെ നമ്മൾ ഫസ്റ്റ് സെപ്പറേറ്റ് കൊടുക്കുകയാണെങ്കിൽ ഇതിന് ഡെറിവേറ്റീവ് കൊടുത്തതുപോലെ ഇതിനും ഡെറിവേറ്റീവ് അങ്ങനെ സെപ്പറേറ്റ് കൊടുത്തതാണ്. ഇവിടെ നോക്കിയറിയാം, ഇവിടെ എന്താ 2 കോൺസ്റ്റൻ്റ് ആണോ കിടക്കട്ടെ, അതുപോലെ ഈ x ഇൻറ്റു സൈൻ എക്സ് ഇല്ല, അത് ഏത് ഫോമിലാണ് വരുന്നത്, u ഇൻറ്റു v എന്നുള്ള ഫോമിലാണ്. 2 കോൺസ്റ്റൻ്റ് നമ്മൾ 2 പുറത്തേക്ക് എടുക്കും കേട്ടോ, 2 നോക്കണ്ട, 2 നമ്മൾ പുറത്തേക്ക് എടുക്കും. ബാക്കി ഈ x എന്ന് പറയുന്നതാണ് നമ്മുടെ എന്ത്, u വരുന്നത്, അതുപോലെ സൈൻ എക്സ് ആണ് എന്ത്, v എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇതും പ്രൊഡക്റ്റ് റൂളിൻ്റെ ഫോമിലേക്ക് മാറ്റും, അതുപോലെ ഇതും പ്രൊഡക്റ്റ് റൂളിൻ്റെ ആ രീതിയിലേക്ക് നമ്മളിതിനെ മാറ്റുവാണ്. മാറ്റുമ്പോൾ എന്ത് വരും, ഈ ഒരു സംഭവത്തെ മാറ്റിയതാണ് എന്ത്, ഇത്രയും ഈ ഒരു ടേം എന്ന് പറയുന്നത്. അപ്പോൾ എന്ത് വരും, u ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് v പ്ലസ് v ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് u. ഇനി ഈ 2 നമ്മൾ അതുപോലെ കോമൺ ആയി പുറത്തേക്ക് എടുത്തു, ബാക്കി x ഇൻറ്റു സൈൻ എക്സ് ഇല്ലേ, അതിനെ നമ്മൾ ഡെറിവേറ്റീവ് ഇതാണ് u ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് v പ്ലസ് v ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് u. അപ്പോൾ നമ്മൾ ഇക്വേഷൻ ഇവിടെ പ്രൊഡക്റ്റ് റൂളിലെ ഇക്വേഷനൊക്കെ കൊടുത്തു. ഇനി ഇതിലെ കോസ് എക്സിൻ്റെയും അതുപോലെ സൈൻ എക്സിൻ്റെയൊക്കെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുകയാണ്. അപ്പം എന്ത് വരും, കോസ് എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്താണ്, -sin x ആണ്,
അതുപോലെ എക്സ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് 2x വരും പ്ലസ് 2 ഇൻറ്റു എക്സ് ഇൻറ്റു സൈൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്താണ് കോസ് എക്സ് ആണ്. സൈൻ എക്സ് ഇൻറ്റു എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്ത് വരും അത് 1. അപ്പോൾ ഇവിടെ സൈൻ എക്സ് മാത്രമായിട്ട് വരും. ഈ ഈക്വൽ ടു എന്ത് വരും, ഈ ഒരു മൈനസ് നമ്മൾ ഫ്രണ്ടിലേക്ക് എടുത്ത് എഴുതുകയാണ്. ഈ ഒരു സംഭവത്തിൽ നമ്മളൊന്ന് അറേഞ്ച് ചെയ്ത് എഴുതാൻ പോവാണ്. അറേഞ്ച് ചെയ്ത് എഴുതുമ്പോൾ എന്ത് വരും, മൈനസ് എക്സ് സ്ക്വയർ, ഈ മൈനസ് നമ്മൾ ഫ്രണ്ടിലേക്ക് എടുത്ത് എഴുതണം, മൈനസ് എക്സ് സ്ക്വയർ സൈൻ എക്സ് പ്ലസ് അതുപോലെ ഈ 2x ഒന്ന് ഫ്രണ്ടിലേക്ക് എടുത്ത് എഴുതുന്നേ ഉള്ളൂ, 2x കോസ് എക്സ് പ്ലസ് 2 നമ്മൾ അതുപോലെ എഴുതി. ഈ ടേം നമ്മൾ എന്ത് എഴുതി അതുപോലെ എഴുതി. ഇനി നമ്മൾ എന്താ ഈ ഒരു 2 എന്ന് പറയുന്നത് എന്താ ഈ ഒരു 2 ടേമിനും കോമൺ അല്ലേ. ഈ ഒരു 2 എന്ന് പറയുന്നത് ഈ ടേമിനും അതുപോലെ ഈ ഒരു ടേമിനും കോമൺ ആയിട്ടുള്ളതാണ്. അപ്പോൾ നമ്മൾ ബ്രാക്കറ്റൊക്കെ ഓപ്പൺ ചെയ്ത് ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്താണ്. എക്സ് സ്ക്വയർ സൈൻ എക്സ് അതുപോലെ എഴുതി, മൈനസ് എക്സ് സ്ക്വയർ അതുപോലെ 2x കോസ് എക്സ് അതുപോലെ എഴുതി. ഇതെന്ത് വരും, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് 2x ഇൻറ്റു കോസ് എക്സ് വരും. അതുപോലെ ഇതെന്ത് വരും 2 സൈൻ എക്സ് എന്ന് പറഞ്ഞ് നമുക്ക് കിട്ടി. ഇനി ഇതിൽ നോക്കുക, വല്ല നമുക്ക് ചെറുതാക്കാനോ കട്ട് ചെയ്ത് കളയാനോ വല്ലതും ഉണ്ടോ എന്ന് നോക്കുക. കാരണം ഒരു ഫംഗ്ഷനായിട്ട് കിടക്കുന്നതാണല്ലോ. അപ്പോൾ നമ്മൾ ഇതിനെ എങ്ങനെ എഴുതുവാണ്, അപ്പം ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം, ഈക്വൽ ടു മൈനസ് എക്സ് സ്ക്വയർ സൈൻ എക്സ് പ്ലസ് ഇവിടെ ഒരു 2x കോസ് എക്സ് ഉണ്ട്. അതുപോലെ ഇവിടെ എന്തുണ്ട് ഒരു 2x കോസ് എക്സ് ഉണ്ട്. അപ്പം രണ്ടും എക്സ് കോസ് എക്സ് ആണ് രണ്ടിടത്തുള്ളത്. അപ്പം മൊത്തം 2, ഇവിടെ ഒരു 2 ഉണ്ട്, ഇവിടെ ഒരു 2 ഉണ്ട്. അപ്പം 2x കോസ് എക്സും 2 പ്ലസ് 2x കോസ് എക്സ് എന്താകും 4x കോസ് എക്സ് എന്ന് പറഞ്ഞ് വരും. 4x കോസ് എക്സ് എന്ന് പറഞ്ഞ് വരും. പ്ലസ് ഈ 2 സൈൻ എക്സ് നമ്മൾ അതുപോലെ എഴുതി. അപ്പോൾ നമുക്ക് ഈ ഒരു ടൈം എന്തായി, മൈനസ് എക്സ് സ്ക്വയർ സൈൻ എക്സ് പ്ലസ് 4x കോസ് എക്സ് പ്ലസ് 2 സൈൻ എക്സ് എന്ന് പറഞ്ഞ് വരും. അപ്പോൾ നമുക്ക് നമ്മുടെ പ്രൂവ് ചെയ്യാനുള്ള സംഭവത്തിലേക്ക് വേണ്ട y ഡാഷുമായി അതുപോലെ y ഡബിൾ ഡാഷുമായി ഈ ലാസ്റ്റ് കിട്ടിയ ഈ ഒരു ടേമും ഇല്ലേ, ഈ ഒരു ടേം നിങ്ങളൊന്ന് ബ്രാക്കറ്റിൽ ഇട്ട് വെച്ചേ. കാരണം ഇതാണ് എന്ത് y ഡബിൾ ഡാഷ്. ഈ ഒരു ടേമാണ് നമ്മുടെ y ഡബിൾ ഡാഷ്. നമ്മുടെ പ്രൂവ് ചെയ്യാനുള്ള സാധനത്തിലേക്ക് നമുക്ക് വേണ്ട സാധനങ്ങളെല്ലാം, ഇക്വേഷനിലേക്ക് വേണ്ട സാധനങ്ങളെല്ലാം. ഇനി നമുക്ക് പ്രൂവ് ചെയ്യാനുള്ള സംഭവം എന്തായിരുന്നു, നമുക്ക് എന്തായിരുന്നു പ്രൂവ് ചെയ്യാനുള്ളത്, എക്സ് സ്ക്വയർ y ഡബിൾ ഡാഷ് മൈനസ് 4x y ഡാഷ് പ്ലസ് എക്സ് സ്ക്വയർ പ്ലസ് 6 ഇൻറ്റു y ഈക്വൽ ടു 0. ഇതെല്ലാം നമുക്ക് പ്രൂവ് ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ എന്താ ഫസ്റ്റ് ഓരോ ടേമും കണ്ടുപിടിക്കേണ്ടത് എന്ന് വെച്ചാൽ എക്സ് സ്ക്വയർ y ഡാഷ് y ഡബിൾ ഡാഷ് ഫസ്റ്റ് കണ്ടുപിടിക്കുക. അതിനുശേഷം 4x ഇൻറ്റു y ഡാഷ് നമ്മൾ കണ്ടുപിടിക്കുക. അതിനുശേഷം ഈ ഒരു മൂന്നാമത്തെ ഈ ഒരു ടേം, അങ്ങനെ ഓരോ ടേം നമ്മൾ സെപ്പറേറ്റ് കണ്ടുപിടിക്കുക. അതിനുശേഷം ഈ 3 എണ്ണം കൂടി എന്ത് ചെയ്താൽ മതി, ഒരു ഇക്വേഷനിലേക്ക് നമ്മൾ കൊണ്ടുവന്നാൽ മതി. ഒന്നുകൂടി എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ ഈ ഇക്വേഷനിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കും വലിയ നീളത്തിലൊരു വലിയ ഇക്വേഷനായിട്ട് നമുക്ക് ഒരു കൺഫ്യൂഷനൊക്കെ വരും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഫസ്റ്റ് എന്ത് ചെയ്യാം, ഇങ്ങനെ ഫസ്റ്റ് എക്സ് സ്ക്വയർ y ഡബിൾ ഡാഷ് കണ്ടുപിടിക്കുക. അതിനുശേഷം 4x y ഡാഷ് കണ്ടുപിടിക്കുക. ഇത് നമ്മൾ അങ്ങനെ ഇക്വേഷനിലേക്ക് നമ്മൾ മാറ്റി ഓരോന്നും സെപ്പറേറ്റ് കണ്ടുപിടിക്കുകയാണ്. ഫസ്റ്റ് നമ്മൾ എന്താണ് എക്സ് സ്ക്വയർ y ഡബിൾ ഡാഷ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. അപ്പോൾ നമ്മുടെ എക്സ് സ്ക്വയർ നമ്മൾ അതുപോലെ എഴുതി. നമ്മുടെ y ഡബിൾ ഡാഷ് ആണ് എന്ത് ഇത്രയും ടേം എന്ന്, ഇതാണ് നമ്മുടെ എന്ത് y ഡബിൾ ഡാഷ് വരുന്നത്. ഇനി നമ്മൾ എന്ത് ചെയ്യുക, ഈ എക്സ് സ്ക്വയർ നമ്മൾ ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യണം. നമ്മുടെ ഈ എക്സ് സ്ക്വയർ കാരണം ഈ ഒരു എക്സ് സ്ക്വയർ എന്ന് പറയുന്നത് ഈ ഒരു ടേമിനും അതുപോലെ ഈ ടേമിനും ഈ 3 ടേമിനും കോമൺ ആണ് എന്ത് ഈ ഒരു എക്സ് സ്ക്വയർ എന്ന് പറയുന്നത്. അപ്പം എക്സ് സ്ക്വയർ നമ്മൾ ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് വരും, ഈ മൈനസ് നമ്മൾ അതുപോലെ ഇട്ടു. എക്സ് സ്ക്വയർ ഇൻറ്റു എക്സ് സ്ക്വയർ നമുക്കറിയാം, എക്സ് ഇൻറ്റു എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ് എക്സ് സ്ക്വയർ ആണ്. അപ്പം എക്സ് സ്ക്വയർ ഇൻറ്റു എക്സ് സ്ക്വയർ എന്ത് വരും, എക്സ് റേസ് ടു 4. കാരണം 2 × 2 അല്ലേ, അപ്പം എക്സ് റേസ് ടു 4 അതാണ് മൈനസ് എക്സ് റേസ് ടു 4 സൈൻ എക്സ് വന്നത്. അതുപോലെ 4 നമ്മൾ അതുപോലെ എഴുതി. ഇവിടെ ഒരു എക്സ് ഉണ്ട്, അതുപോലെ ഇവിടെ എക്സ് സ്ക്വയറും ഉണ്ട്. അപ്പം എക്സ് സ്ക്വയറും എക്സും, അപ്പം ഇവിടെ 2 എക്സും ഇവിടെ ഒരു എക്സ്, മൊത്തം എത്ര എക്സ് ആയി 3 എക്സ് ആയില്ലേ, എക്സ് ക്യൂബ് എന്ന് എഴുതി. കോസ് എക്സ് അതുപോലെ എഴുതി. പിന്നെ ഈ 2 സൈൻ എക്സ്, അപ്പം എക്സ് സ്ക്വയർ ഇൻറ്റു 2 സൈൻ എക്സ് എന്ത് വരും, 2x സ്ക്വയർ സൈൻ എക്സ് എന്ന് പറഞ്ഞ് വരും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, എക്സ് സ്ക്വയർ y ഡബിൾ ഡാഷ് നമുക്ക് എന്ത് കിട്ടി, മൈനസ് എക്സ് റേസ് ടു 4 സൈൻ എക്സ് പ്ലസ് 4x ക്യൂബ് കോസ് എക്സ് പ്ലസ് 2x സ്ക്വയർ സൈൻ എക്സ് കിട്ടി. നമുക്ക് അവിടെ രണ്ടാമത്തെ സ്റ്റെപ്പ് എന്തായിരുന്നു, 4x y ഡാഷ് അല്ലായിരുന്നു. അപ്പോൾ 4x y ഡാഷ് നമ്മൾ 4x ഇൻറ്റു y ഡാഷ് എന്താണ് നമ്മുടെ y ഡാഷ്. ഈ ഒരു 4x എന്ന് പറയുന്നത് ഈ ടേമിന് ഫുള്ളും ഉള്ളതാണ്. അപ്പം എന്ത് വരും, ഈക്വൽ ടു 4 ഇൻറ്റു ഇവിടെ ഒരു എക്സ് ഉണ്ട്, ഇവിടെ എക്സ് സ്ക്വയർ ഉണ്ട്, മൊത്തം എത്രയാവും എക്സ് ക്യൂബ് ആവും. എക്സ് ക്യൂബ് കോസ് എക്സ് പ്ലസ് ഇവിടെ 4 ഉണ്ട്, ഇവിടെ 2 ഉണ്ട്. അപ്പോൾ എന്തെങ്കിലും 4 ഇൻറ്റു 2 എന്ത് വരും, 8 വരും. പിന്നെ ഇവിടെയും ഒരു എക്സ് ഉണ്ട്, അതുപോലെ ഇവിടെയും ഒരു എക്സ് ഉണ്ട്. അപ്പോൾ എന്താവും എക്സ് സ്ക്വയർ ആകും. എന്ത് വരും, സൈൻ എക്സ് എന്ന് പറഞ്ഞ് കിട്ടി. അപ്പോൾ നമുക്ക് ആ ടൈം എന്തായി 4x ക്യൂബ് ഇൻറ്റു കോസ് എക്സ് പ്ലസ് 8x സ്ക്വയർ സൈൻ എക്സ് എന്ന് പറഞ്ഞ് കിട്ടി. നമ്മുടെ മൂന്നാമത്തെ ടൈം എന്തായിരുന്നു, എക്സ് സ്ക്വയർ പ്ലസ് 6 ഇൻറ്റു y ആയിരുന്നു. അപ്പോൾ നമുക്ക് y നമുക്ക് ഓൾറെഡി ക്വസ്റ്റ്യനിലുണ്ട്. y എന്തായിരുന്നു, എക്സ് സ്ക്വയർ സൈൻ എക്സ് ആണ് നമ്മുടെ എന്ത് y എന്ന് പറഞ്ഞു. നമ്മുടെ ക്വസ്റ്റ്യനിൽ നമുക്ക് ഓൾറെഡി ഉണ്ടായിരുന്നല്ലോ, ആണ് നമ്മുടെ എക്സ് സ്ക്വയർ സൈൻ എക്സ്. ഈ ഇക്വാളിറ്റി എന്ത് വരും, ഈ ഒരു എക്സ് സ്ക്വയർ സൈൻ എക്സ് എന്ന് പറഞ്ഞ് ഈ 2 ടേമിനും ഉള്ളതല്ലേ. അപ്പം ഇവിടെയും എക്സ് സ്ക്വയർ ഉണ്ട്, ഇവിടെയും എക്സ് സ്ക്വയർ ഉണ്ട്. എക്സ് സ്ക്വയർ ഇൻറ്റു എക്സ് സ്ക്വയർ എന്ത് വരും, എക്സ് റേസ് ടു 4 വരും. അപ്പോൾ എക്സ് റേസ് ടു 4 സൈൻ എക്സ്
പ്ലസ് ഇതെന്ത് വരും, ഈ ഒരു ടൈം 6x² sin x എന്ന് പറഞ്ഞ് വരും. അപ്പോൾ നമുക്ക് ആ ടൈം എന്താവും, x⁴ sin x പ്ലസ് 6x² sin x എന്ന് പറഞ്ഞ് വരും. നമുക്ക് നമ്മുടെ 3 ടൈം നമുക്ക് കണ്ടുപിടിച്ചിട്ടുണ്ട്. x²y" കണ്ടുപിടിച്ചു, അതുപോലെ 4xy' കണ്ടുപിടിച്ചു, അതുപോലെ x² പ്ലസ് 6y എന്നും കണ്ടുപിടിച്ചു. ഇത് നമ്മുടെ പ്രൂവ് ചെയ്യാനുള്ള നമ്മുടെ ഇക്വേഷൻ ഉണ്ടല്ലോ, =0 എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത്. നമ്മൾ ഈ കണ്ടുപിടിച്ചതെല്ലാം കൂടി നമ്മുടെ ഇക്വേഷനിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കാൻ വേണ്ടി പോവുകയാണ്. നമ്മുടെ ഇക്വേഷൻ എന്തായിരുന്നു, x²y" മൈനസ് 4xy' പ്ലസ് x² പ്ലസ് 6 y. ഇതേ =0 എന്നാണ് പ്രൂവ് ചെയ്യാനുള്ളത്. അപ്പോൾ നമ്മൾ x²y' എന്താണെന്ന് കണ്ടുപിടിച്ചു, എന്നിട്ട് മൈനസ് കൊടുക്കുക. അതിനുശേഷം 4xy നമ്മൾ ഒരു ടൈം നമ്മൾ കണ്ടുപിടിച്ചു, അത് ഒരു ടൈം കിട്ടി. അതിനുശേഷം മൈനസ് 4xy' നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചല്ലോ, അത് നമ്മൾ ഈ മൈനസ് ആണ്, അപ്പോൾ ബ്രാക്കറ്റ് കറക്റ്റ് ഇടുക. പ്ലസ് അതുപോലെ ഈ ഒരു ടൈമും കണ്ടുപിടിക്കും, ആ ടൈം നമ്മൾ അതുപോലെ ബ്രാക്കറ്റിലിട്ട് പോയാൽ മതി. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക, ഇതാണ് നമ്മുടെ x²y'. അപ്പം ഇത്രയാണ് നമ്മുടെ എന്ത്, x²y' എന്ന് പറയുന്നതാണ് നമ്മുടെ ഈ ഒരു ടൈം നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചത്. എന്താ, -x⁴ sin x പ്ലസ് 4x³ cos x പ്ലസ് 2 sin x മൈനസ് 4xy' ആണ് എന്ത്, ഇത്രയും ഒരു ടൈം എന്ന് പറയുന്നതാണ് നമ്മുടെ എന്ത്, 4xy'. അതുപോലെ x² പ്ലസ് 6 y എന്ന് പറയുന്നതാണ് എന്ത്, ഈ ഒരു ടൈം, അതാണ് ഇത്രയും സ്റ്റെപ്പ്. അപ്പോൾ നമ്മൾ നമ്മുടെ ഇക്വേഷനിലേക്ക് നമ്മുടെ കണ്ടുപിടിച്ച് വെച്ച എല്ലാം നമ്മൾ ഇട്ട് കൊടുക്കുകയാണ്. നമ്മൾ അടുത്ത് ചെയ്യാൻ പോകുന്നത്, അപ്പം ഇവിടെ നോക്കിയാൽ ഇവിടെ മൈനസ് ഉണ്ട്. ഈ ഒരു മൈനസ് എന്ന് പറയുന്നത് ഈ ഒരു ടേമിനും അതുപോലെ ഈ ഒരു ടേമിനും കോമൺ ആണ്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, ഈ ഒരു മൈനസ് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് ബാക്കി എല്ലാ സ്റ്റെപ്പും നമ്മൾ അതുപോലെ കൊടുക്കുക. കാരണം ഇവിടെയാണ് -4yx' ഉള്ളത്. അപ്പം ഈ ഒരു മൈനസ് എന്ന് പറയുന്നത് ഈ രണ്ട് ടേമിനും കോമൺ ആയിട്ടുള്ളതാണ്. അപ്പോൾ നമ്മൾ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് അത് പുറത്തേക്ക് എടുക്കണം. ബാക്കി ടൈമെല്ലാം അതുപോലെ നമ്മൾ എഴുതി, കണ്ടോ, ഈ ടൈമെല്ലാം അതുപോലെ എഴുതി. അപ്പോൾ ഇവിടെ നമുക്ക് ഇവിടെ മൈനസ് വരുമ്പോൾ എന്താവും, -4x³ cos x ആവും. അതുപോലെ ഈ മൈനസ് ഇൻറ്റു പ്ലസ് എന്താവും, -8x² sin x വരും. ഈ ടൈമൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, അതുപോലെ എഴുതി. ഇനി നോക്കുക, വല്ലതും കട്ട് ചെയ്ത് കളയാനോ അല്ലെങ്കിൽ വല്ലതും ചെറുതാക്കാനോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കുക. അപ്പം ഇവിടെ നോക്കിയറിയാം, ഇവിടെ ഒരു -x⁴ sin x ഉണ്ട്, ഇവിടെ ഒരു +x⁴ sin x ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ രണ്ട് ടൈമും കട്ടായി കളഞ്ഞു. ഇനി അതുപോലെ ഇവിടെ ഒരു 4x³ cos x ഉണ്ട്, ഇവിടെ ഒരു -4x³ cos x ഉണ്ട്. അപ്പോൾ നമ്മൾ അതുപോലെ ഇത് രണ്ടും കട്ടായി കളഞ്ഞു. അപ്പം ഈ ഒരു ടൈമും കട്ടായി പോയി, അതുപോലെ ഈ ഒരു ടൈമും കട്ടായി പോയി. ബാക്കി എന്താ ഉള്ളത്, 2x² sin x ഇവിടെ മൈനസ് അല്ലേ, -8x² sin x പ്ലസ് 6x² sin x. ബാക്കി നമുക്ക് ഈ ഒരു ടൈമാണ് കിട്ടുന്നത്. ഇനി എന്ത് വരും, = 2x, ഇവിടെ നോക്കിയാൽ 2x² പ്ലസ് 2x² sin x ഉണ്ട്, അതുപോലെ പ്ലസ് 6x² sin x ഉണ്ട്. അപ്പോൾ അതെന്തായിരിക്കും, 2x² sin x ഉം 6x² sin x രണ്ടും കൂടി ആഡ് ആകുമ്പോൾ എന്താവും, 8x² sin x എന്ന് പറഞ്ഞ് വരും. അപ്പം ഈ ഒരു ടേമും കൂടി എന്താകും, പ്ലസ് 8x² sin x കിട്ടി. അപ്പോൾ ഇവിടെ നോക്കിയാൽ ഒരു -8x² sin x ഉണ്ട്, ഇത് രണ്ടും കൂടി സോൾവ് ചെയ്ത് നമുക്ക് എന്ത് കിട്ടി, +8x² sin x കിട്ടി. അപ്പം ഇത് രണ്ടും കൂടി കട്ടായി പോയി. ബാക്കി ഇവിടെ എല്ലാ ടേമും, ഈ ഒരു രണ്ട് ടേമും ആണെന്ത്, ഈ ടേമും കൂടി കൂട്ടിയതാണ് നമുക്ക് എന്താ ഈ ഒരു ടേം കിട്ടിയേക്കുന്നത്. അപ്പം ഇതും കൂടി കട്ടായി പോയി. ബാക്കി എന്തേ എവിടെയുള്ളൂ, =0 ആയിട്ട് വരും. അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ നോക്കിയാൽ മതി, ഇവിടെ 2x² sin x ഉണ്ട്, ഇവിടെ -8 ഉണ്ട്. അപ്പം 2 - 8, അപ്പം 2 - 8 എന്ത് വരും, -6x² sin x. കാരണം ഇവിടെ x² sin x ഇവിടെയും x² sin x ആണ്, ഇവിടെയും x² sin x ആണ്, ഇവിടെയും x² sin x ആണ്. അപ്പോൾ എന്ത് ചെയ്യുക, 2 - 8 നോക്കിയാൽ മതി. അപ്പോൾ 2 - 8 എന്ത് വരും, 6x² sin x വരും. അപ്പോൾ അങ്ങനെ ഈ രണ്ട് ടേമും പോയി. നോക്കിയാൽ ഒരു -6x² sin x ഉണ്ട്, പ്ലസ് 6x² sin x ഉണ്ട്, രണ്ടും കൂടി കട്ടായി പോയി. അപ്പം =0 എന്ന് പറഞ്ഞ് കിട്ടി. അപ്പോൾ നമ്മൾ ഇതുപോലെ ഈ ഒരു ടൈപ്പിൽ ഇങ്ങനെ ചോദിക്കുകയാണെങ്കിൽ നമ്മൾ y' y" ഒക്കെ കണ്ടുപിടിക്കുക. അതിനുശേഷം നമ്മൾ അതിലെ ഓരോ ടേമിനെ നമ്മൾ x² y' ഒക്കെ നേരത്തെ കണ്ടുപിടിച്ചില്ല, അതുപോലെ ഓരോ ടേമിനെ നമ്മളിങ്ങനെ കൊടുക്കുക. അതിനുശേഷം ലാസ്റ്റ് നമ്മൾ നമ്മുടെ ഈ ഒരു ഇക്വേഷനിലേക്ക്, ഇതാണല്ലോ നമുക്ക് പ്രൂവ് ചെയ്യാനുള്ള ഈ ഒരു ഇക്വേഷനിലേക്ക് നമ്മൾ കണ്ടുപിടിച്ചിരിക്കുന്ന ടേമുകളെല്ലാം കൂടി ബ്രാക്കറ്റൊക്കെ ഇട്ട്, ഇങ്ങനെ മൈനസൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ബ്രാക്കറ്റ് ഇടണം. കാരണം ആ ഒരു മൈനസ് എന്ന് പറഞ്ഞ ഉള്ളിലെ ടേമിനെല്ലാം കോമൺ ആയിട്ടുള്ളതാണ്. പ്ലസ് ഒക്കെ ആണെങ്കിൽ വലിയ സീനില്ല, പക്ഷേ മൈനസ് ഒക്കെ ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഇങ്ങനെ ബ്രാക്കറ്റ് കറക്റ്റായിട്ട് തന്നെ ഇടണം. എന്നിട്ട് ബ്രാക്കറ്റൊക്കെ ഓപ്പൺ ചെയ്യുക, കട്ട് ചെയ്ത് കളയാനുള്ള കട്ട് ചെയ്ത് കളയുക. അപ്പോൾ നമുക്ക് പ്രൂവ് ചെയ്യാനുള്ള സാധനം ലാസ്റ്റ് ഇവിടെ നമുക്ക് 0 അല്ലായിരുന്നു പ്രൂവ് ചെയ്യാനുണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് ലാസ്റ്റ് 0 എന്ന് പറഞ്ഞ് തന്നെ കിട്ടി. അപ്പം ഇതോടുകൂടി നമ്മുടെ 3rd മൊഡ്യൂൾ കഴിയുകയാണ്. നമ്മളിനി അടുത്ത ക്ലാസ്സിൽ 4th മൊഡ്യൂളാണ് സ്റ്റാർട്ട് ചെയ്യുക. അപ്പം ഡെറിവേറ്റീവ് ആണ്
നമ്മുടെ തേർഡ് മൊഡ്യൂൾ വരുന്നത്. ഫോർത്ത് മൊഡ്യൂൾ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അപ്ലിക്കേഷൻ, ഡെറിവേറ്റീവിൻ്റെ അപ്ലിക്കേഷനായിട്ടാണ് ഫോർത്ത് മൊഡ്യൂൾ വരുന്നത്. അതും ഡെറിവേറ്റീവ് തന്നെയാണ്. അപ്പം ഈ മൊഡ്യൂൾ നിങ്ങൾ പഠിക്കുക. ഈ മൊഡ്യൂൾ പഠിച്ചാൽ മാത്രമേ നമുക്ക് അടുത്ത ഫോർത്ത് മൊഡ്യൂൾ പഠിക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ.